എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. നമ്മളിന്ന് 1201 ചിങ്ങമാസം മുതലുള്ള ജ്യോതിഷ ഫലമാണ് പറയാൻ പോകുന്നത്. 2025 ആഗസ്റ്റ് 17 ഞായറാഴ്ച മുതലാണ് ചിങ്ങം 1 ആരംഭിക്കുന്നത്. സൂര്യൻ ചിങ്ങമാസത്തിലേക്ക് കടക്കുന്നതിനെയാണ് ചിങ്ങമാസം എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ കർക്കിടകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ ചിങ്ങമാസം ആരംഭിക്കുകയും കൂടാതെ ഒരു 4 പരം ഗ്രഹങ്ങൾക്ക് ഈ മാസം തന്നെ രാശിമാറ്റവും ഉണ്ട്. അതായത് ബുധനും ശുക്രനും അതുപോലെ ചൊവ്വയ്ക്കും ചിങ്ങമാസത്തിൽ തന്നെ ഒരു രാശിമാറ്റം ഉണ്ട്. ഈ 1201 പുതുവർഷത്തിൽ മറ്റു ഗ്രഹങ്ങളായിട്ടുള്ള ശനിക്കും രാഹുകേതുക്കൾക്കും മാത്രമാണ് ഈ 1201 പുതുവർഷം മുതൽ ഈ വർഷത്തിൽ മാറ്റമില്ലാതെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ശനി ഇപ്പോൾ മീനം രാശിയിലും രാഹു ഇപ്പോൾ കുംഭം രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ചിങ്ങമാസം 1-ാം തീയതിയോടുകൂടി സൂര്യനും കേതുവും ഒരു രാശിയിൽ വരുന്നതായിട്ടും ബുധനും അതുപോലെ തന്നെ ബുധൻ കർക്കിടകൻ രാശിയിലും വ്യാഴവും ശുക്രനും കൂടി യോഗം ചേർന്ന് മിഥുനൻ രാശിയിലും ശനി മീനൻ രാശിയിലും തുടരുന്നു. കന്നി രാശിയിൽ ചൊവ്വയും തുടരുന്ന ഒരു പുതുവർഷമാണ് നമുക്ക് ആരംഭിക്കാൻ പോകുന്നത്. ജ്യോതിഷഫലമായിട്ട് പ്രശ്നം വെച്ച് നോക്കിയതിൽ നിന്നും അതിവിശേഷപ്പെട്ട ഗുണഫലങ്ങൾ ധാരാളം വരുന്ന ഒരു വർഷം, പുതുവർഷം ആരംഭിക്കുന്നത് ഓരോ രാശിക്കാർക്കും അത്യപൂർവമായിട്ടുള്ള ഗുണഫലങ്ങൾ, ഇന്നലെ വരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പലവിധത്തിലുള്ള ദുരിതങ്ങൾക്കും ഒരു മോചനം ഉണ്ടാകുന്ന ഒരു പുതുവർഷമാണ് വരാൻ പോകുന്നത് എന്നാണ് നോക്കിയതിൽ നിന്നും കാണുന്നത്. നിങ്ങൾക്കുണ്ടാകുന്ന ജാതകപരമായിട്ടുള്ള ദോഷങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ദോഷപരിഹാരമായിട്ടുള്ള കാര്യങ്ങളുടെ ചേർത്താണ് ഇന്ന് ഫലസിദ്ധി പറയുന്നത്. വളരെ ഐശ്വര്യപ്രദമായിട്ടും ധനപരമായിട്ടും കുടുംബപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതുവർഷം ഉണ്ടാകട്ടെ എന്നും ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ നമുക്കതിനെ കൂട്ടായി ചേർന്നുകൊണ്ട് പരിഹരിക്കുന്നതിനുള്ള പരിഹാര ക്രിയകളും ചേർത്താണ് ഇന്ന് ജ്യോതിഷഫലം പറയുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ബോർഡിനകത്ത് എല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാകാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇത് മനസ്സിലാക്കി തരുന്ന ശേഷം നമുക്ക് ഫലങ്ങൾ പറയുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള ആൾക്കാരുടെ ജ്യോതിഷ ഫലമാണ് ഇന്ന് പറയുന്നത്. കുറച്ച് സമയം നമുക്ക് ഈ ചാനൽ വീഡിയോ ചെയ്യാനായിട്ട് വേണ്ടി വരും. നമ്മൾ നേരത്തെ 2 വീഡിയോ ചെയ്തതിൽ നിന്നും ആളുകൾക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ ഇങ്ങനെ തന്നെ ബോർഡിൽ കളം വരച്ചിട്ട് ഫലം പറയുന്ന വീഡിയോ ചെയ്താൽ മതിയെന്ന് ഒരുപാട് പേര് പേഴ്സണലായിട്ടും അല്ലാതെയും നമുക്ക് മെസ്സേജിലൂടെ അറിയിപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇഷ്ടം, ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ തന്നെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഇതൊരുപാട് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. രണ്ടാമത് നമ്മളിങ്ങനെ ബുക്ക് നോക്കി വായിക്കുന്ന രീതിയിലല്ല ജ്യോതിഷം പറയുന്നത്. ജ്യോതിഷത്തിൽ ഇതെല്ലാം ബോർഡിനകത്ത് വരച്ചു വെച്ചിട്ട് ഇനി ഫലസിദ്ധി പറയണം. അത് ആലോചിച്ച് നമ്മുടെ തലച്ചോറിൽ നിന്നും ആലോചിച്ച് വേണം നിങ്ങളോടതിന് മറുപടി പറയാനായിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജ്യോതിഷഫലം പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഇത് പറയുന്നതുകൊണ്ടും പ്രയോജനമുള്ളൂ. ഒരുപാട് പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്, എങ്കിലും മനസ്സിലാകാത്ത സാധാരണപ്പെട്ട ആളുകൾക്ക്, ജ്യോതിഷത്തെക്കുറിച്ച് അറിയാത്ത സാധാരണപ്പെട്ട ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫലം ഞാൻ പറയുന്നത്. നമുക്ക് നിങ്ങളുടെ ജാതകം നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഇത് ഇപ്പോൾ ഈ വരച്ചു വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എന്ന് പറയും. ആകാശമണ്ഡലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രഹസഞ്ചാര സ്ഥിതി അനുസരിച്ചുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി മാറ്റമുള്ളവരുടെയും കൂടെ ഇവിടെ പേര് എഴുതിയിട്ടുണ്ട്. ആരൊക്കെയാണ് മാറുന്നത്, എങ്ങോട്ടാണ് മാറുന്നതെന്നും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു അശ്വതി ഭരണി കാർത്തിക കാലുകാരനാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു കാർത്തിക കാല് എന്ന് പറയുമ്പോൾ കാർത്തിക മേടത്തിലും കാർത്തിക വരും, ഇടവത്തിലും കാർത്തിക വരാം. അപ്പം നിങ്ങളൊരു കാർത്തിക നക്ഷത്രക്കാരനാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ചന്ദ്രൻ എവിടെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കണം. നിങ്ങളുടെ ജാതകപ്രകാരം ഇവിടെയാണ് ച എന്ന് അടയാളപ്പെടുത്തി, ചായയാണ് ചന്ദ്രനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാർത്തിക കാല് മേടക്കൂറുകാരനാണ് എന്ന് നിങ്ങളിവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ മേടക്കൂറുകാരനാണ്. അശ്വതിക്കും ഭരണിക്കും സംശയം വരേണ്ട കാര്യം വരുന്നില്ല, അവർ മേടക്കൂറുകാരൻ തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് സംശയം വരുന്ന അടുത്ത ആൾ മകേര നക്ഷത്രക്കാർക്കാണ് അടുത്തതായിട്ട് സംശയം വരുന്നത്. ഞാൻ ഇടവക്കൂറാണോ മിഥുനക്കൂറാണോ, അതിന് നിങ്ങളുടെ ചന്ദ്രൻ എവിടെയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇടവക്കൂറുകാരനാണോ മിഥുനക്കൂറുകാരനാണോ എന്ന് അറിയാൻ പറ്റും. അടുത്തതായിട്ട് പുണർദം നക്ഷത്രക്കാർക്കാണ് സംശയം വരേണ്ടത്. ഞാൻ എവിടെയാണ് വരുന്നത്.
നിങ്ങൾ ഇവിടെ ചന്ദ്രൻ വരുവാണെങ്കിൽ നിങ്ങൾ പുണർദത്തിൽ കാലിൽപ്പെട്ട ആളാണെന്നും ഇവിടെയാണ് നിങ്ങളുടെ ചന്ദ്രൻ വരുന്നതെങ്കിൽ നിങ്ങൾ പുണർദത്തിൽ മുക്കാലിൽ വരുന്ന കർക്കിടക കൂറുകാരനാണെന്നും നിങ്ങൾ എഴുതി വെക്കണം. അടുത്തതായിട്ട് സംശയം വരുന്ന ഒരാൾ ഉത്തര നക്ഷത്രക്കാരനാണ്. ഉത്തര നക്ഷത്രക്കാരന് ചിങ്ങം രാശിയിലും ചന്ദ്രൻ വരാം, ഇവിടെയും ചന്ദ്രൻ വരാം. ഉത്തരത്തിൽ കാലുകാരനാണെങ്കിൽ നിങ്ങൾ ചിങ്ങക്കൂറുകാരനാണെന്നും ഉത്തരത്തിൽ മുക്കാലുകാരനാണെങ്കിൽ നിങ്ങൾ കന്നിക്കൂറുകാരനാണെന്നും നിങ്ങളുടെ കൂറ് ഫലം നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെയാണ് ചന്ദ്രൻ ഇവിടെ വരുന്നതെങ്കിൽ നിങ്ങൾ കന്നിക്കൂറുകാരനാണെന്നും എഴുതി വെക്കണം. അടുത്തതായിട്ട് ചിത്തിര നക്ഷത്രക്കാരനാണ് സംശയം വരേണ്ടത്. ചിത്തിര അരയും ചോതിയും വിശാഖത്തിൽ മുക്കാൽ വരുന്ന തുലാക്കൂറിൽ നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചിത്തിര അരയിൽപ്പെട്ട ആളാണെന്നും അതുപോലെ അടുത്തതായിട്ട് വിശാഖ നക്ഷത്രം വിശാഖത്തിൽ കാല് വരുന്നത് തുലാത്തിലും വിശാഖത്തിൽ മുക്കാല് വരുന്നത് തുലാത്തിലും വിശാഖത്തിൽ കാല് വരുന്ന ചന്ദ്രൻ ഇവിടെയും വരാം. അപ്പം ചന്ദ്രനെ നോക്കിയിട്ട് നിങ്ങൾ ഏത് കൂറുകാരനാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് കൂറ് ഇവിടെ നിങ്ങളുടെ കൂറ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജാതകം നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ 12 കളം വരച്ച നിങ്ങളുടെ ഗ്രഹനില എടുത്തിട്ട് അതിനകത്ത് മൂൺ അല്ലെങ്കിൽ ചന്ദ്രനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നോക്കിയതിന് ശേഷം നിങ്ങൾ ഏത് കൂറുകാരനാണ് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെച്ചിട്ട് മാത്രം ഈ ഫലസിദ്ധി കാണുക. അപ്പോൾ നിങ്ങൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾ മേടക്കൂറ്, അതിൻ്റെ അധിപൻ ചൊവ്വ. അപ്പം നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ചൊവ്വയാണെന്ന് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചേക്കണം. മേടക്കൂറുകാർ വരുന്ന എല്ലാവരും എഴുതി വെക്കണം, എൻ്റെ ചന്ദ്രലഗ്നത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വയെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഭദ്രകാളിയും സുബ്രഹ്മണ്യനുമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജാതകത്തിൽ എന്തെങ്കിലും കഷ്ടകാലം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് വഴിപാട് ചെയ്യേണ്ട സുബ്രഹ്മണ്യനും അതുപോലെ ഭദ്രകാളി ദേവിക്കുമാണ് ഞാൻ വഴിപാട് ചെയ്യേണ്ടത്. എൻ്റെ ജീവിതത്തിലുള്ള കഷ്ടകാലങ്ങളും ദുരിതങ്ങളും മാറാനായിട്ട് ഞാൻ ആദ്യം വഴിപാട് ചെയ്യേണ്ടത് സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കുമാണ്. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ നിങ്ങളുടെ ദശാപഹാര കാലം ഇതിനെ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ അറിയാനൊക്കത്തുള്ളൂ. ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാരൻ ജനിക്കുന്നത് കേതുവിലാണ്, ഭരണി നക്ഷത്രക്കാരൻ ജനിക്കുന്നത് ശുക്രദശയിലാണ്, കാർത്തിക നക്ഷത്രക്കാരൻ ജനിക്കുന്നത് ആദിത്യദശയിലാണ്. അപ്പം മനസ്സിലാക്കണം അതിൻ്റെ വ്യത്യാസം. ഇത് കൃത്യമായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ടൊരു ജ്യോത്സ്യന്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരുന്നത് അവിടെയാണ്. എനിക്കിപ്പോൾ ഏത് ദശ അപഹാര കാലമാണ്, അയ്യോ ഇതെന്താണെന്ന് വരെ ചോദിച്ചാൽ അറിയാൻ വയ്യാത്ത ആളുകളുണ്ട്. എനിക്ക് ഏത് ദശാകാലമാണ് എന്നറിയാത്ത ഒരാൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടകാലങ്ങളും വിഷമതകളും അനുഭവിക്കേണ്ടതായിട്ട് വരും. കാരണം ദശാപഹാര കാലം അറിഞ്ഞിട്ട് ആ ദശാനാഥന് നിങ്ങളുടെ ദോഷങ്ങൾ മാറാനുള്ള പ്രതിവിധികൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രശ്നങ്ങൾക്ക് മാറ്റം വരും. അപ്പോൾ നമ്മൾ ദീർഘിപ്പിച്ച് പറഞ്ഞ ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ കൂടുതൽ ഈ വീഡിയോ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചെയ്താൽ മതി എന്ന് ഒരുപാട് പേരുടെ അഭിപ്രായം വന്നതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇടവക്കൂറുകാരൻ നമുക്ക് ജാതകപ്രകാരം നമുക്കിപ്പോൾ ഏത് നിങ്ങളുടെ ദശാനാഥൻ ആരാണ്? ഇടവക്കൂറിൽ വരുന്ന ആരൊക്കെയാ? കാർത്തിക മുക്കാല് രോഹിണി മകേരത്തിന്റെ അര വരുന്ന ചന്ദ്രൻ ഇവിടെ വരുന്ന ആളുകൾ എൻ്റെ കൂറ് ഇടവക്കൂറാണെന്നും എൻ്റെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ളത് ശുക്രനാണെന്നും മനസ്സിലാക്കണം. ശുക്രനാണെങ്കിൽ അന്നപൂർണേശ്വരി ദേവി അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവി, ഈ ദേവിമാർക്കാണ് ഞാൻ ആദ്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ച് ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആരെഴുതി വെക്കണം? ഇടവക്കൂറുകാരനും എഴുതി വെക്കണം. അടുത്തതായിട്ട് മിഥുനക്കൂറുകാരൻ മനസ്സിലാക്കണം, എൻ്റെ ചന്ദ്രലഗ്നാധിപൻ എൻ്റെ ചന്ദ്രൻ ഇവിടെ വരുന്ന മകേരത്തിന്റെ അര തിരുവാതിര പുണർദത്തിൽ മുക്കാലുകാരനായിട്ടുള്ള ഇവിടെ ചന്ദ്രൻ വരുന്ന ആളുകൾ എഴുതി വെക്കണം, എൻ്റെ ലഗ്നം ചന്ദ്രലഗ്നമാണേ പറയുന്നത്, ചന്ദ്രലഗ്നം മിഥുനമാണെന്നും അതിൻ്റെ അധിപൻ ബുധനാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് സരസ്വതി ദേവിക്കും ശ്രീകൃഷ്ണനോ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികൾക്കും ആണ് ഞാൻ വഴിപാടുകൾ കഴിപ്പിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ എപ്പോഴും ക്ഷേത്രത്തെ പ്രാധാന്യപ്പെടുത്തി പറയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാന്റെ ചൈതന്യമുണ്ട്, അതിനെ വർദ്ധിപ്പിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് പറയുന്നു മേടക്കൂറുകാരൻ ചൊവ്വയാണ്, അപ്പം നിങ്ങൾ ചൊവ്വയുടെ സ്തോത്രം ജപിക്കാം, അല്ലെങ്കിൽ ഭദ്രകാളി ദേവിയുടെ മന്ത്രം ജപിക്കാം, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സോടുകൂടി പ്രാർത്ഥന ചെയ്യാം. 1 രൂപ പോലും ചിലവില്ല. ഏതെങ്കിലും ക്ഷേത്രത്തിൽ കുറച്ച് വഴിപാടുകൾ റെസിപ്റ്റ് എഴുതി കുറേ പൈസ അവിടെ അടപ്പിച്ചതിന് ശേഷം അവിടെ ഭണ്ഡാരത്തിലും കുറച്ച് പൈസ ഇട്ടാൽ മാത്രമേ എൻ്റെ ദോഷങ്ങൾ മാറൂ എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ മനസ്സോടുകൂടി എന്ത് ചെയ്യുന്നു, എന്ത് പ്രാർത്ഥിക്കുന്നു, എന്ത് കർമ്മം ചെയ്യുന്നു, ഇതാണ് നിങ്ങളുടെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ സുബ്രഹ്മണ്യനെയും ഭദ്രകാളി ദേവിയെയും പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ചൊവ്വയുടെ സ്തോത്രമായിട്ടുള്ള ഓം ധരണി ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം എന്ന് പറയുന്ന സ്തോത്രം ജപിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം സുബ്രഹ്മണ്യന്റെ മൂലമന്ത്രമായിട്ടുള്ള ഓം വജദ്ഭുവേ നമഃ എന്ന് പറയുന്ന മന്ത്രം ജപിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ശുക്രന്റെ സ്തോത്രമായിട്ടുള്ള ഓം ഹിമകുന്ദ പ്രണാളാഭം ദൈത്യാനാം പരമംഗുരും സർവശാസ്ത്ര പ്രവർത്താരം ഭാർഗവം പ്രണമാമ്യഹം എന്ന് പറയുന്ന മന്ത്രം ജപിക്കാം.
അപ്പോൾ ചൊവ്വ, ശുക്രൻ, അടുത്തതായിട്ട് ബുധന്റെ കാര്യം പറഞ്ഞു. ആരാ? മകേരത്തിന്റെ അരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാൽ വരുന്ന നിങ്ങളുടെ അധിപൻ ബുധനാണെന്നും ബുധന്റെ അതിദേവതകൾ ആരാണ്? സരസ്വതി ദേവിയും ശ്രീകൃഷ്ണനുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൊവ്വ നമുക്ക് വരുമ്പോൾ സുബ്രഹ്മണ്യനും ഭദ്രകാളി ദേവിക്കുമാണ് നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ അവരുടെ ദേവതകളായിട്ട് വരുന്നത് ചൊവ്വ നിങ്ങളുടെ അതിഗ്രഹമായിട്ട് വരുന്നവർക്ക് ഇച്ഛാശക്തി ഉണ്ടാകുന്നതിനും ലക്ഷ്യപ്രാപ്തിക്ക് സഹായിക്കുന്ന മൂർത്തിയാണെന്നും പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മൂർത്തി ആരാണ്? ചൊവ്വയാണെന്ന് അതിഗ്രഹം സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ്. അപ്പം ഇച്ഛാശക്തി എന്ന് എഴുതി വെക്കുക നിങ്ങൾ ജാതകപ്രകാരം. ഇച്ഛാശക്തി ചൊവ്വ തരുന്നത് നിങ്ങൾക്ക് ഇച്ഛാശക്തിയാണ്. അപ്പോൾ ഇതും കൂടെ പറഞ്ഞ് നമുക്ക് പോകാം. രണ്ടിൻ്റെയും ദേവത ഒന്ന് തന്നെയാണ്. വൃശ്ചികം, വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും വരുന്നവർക്കും ആരാണ്? ചൊവ്വ തന്നെയാണ് നിങ്ങൾക്ക് ചന്ദ്രലഗ്നാധിപൻ. അതുപോലെ തന്നെ ചിത്തിരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും വരുന്ന തുലാക്കൂറുകാർക്കും ആരാണ് അതിദേവൻ? ശുക്രൻ തന്നെയാണെന്നു. ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരയും വരുന്ന കന്നിക്കൂറുകാർക്കും അധിപൻ ആരാകുന്നു? ബുധനാകുന്നു. അപ്പം ഇത്രയും പേരുടെ കാര്യം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. മേടം, ഇടവം, മിഥുനം, കന്നി, തുലാം, വൃശ്ചികം, ഇത്രയും നക്ഷത്രക്കാരുടെ അതിദേവൻ എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്? ബുധൻ. കന്നിക്കൂറുകാർക്ക് അതിദേവൻ ബുധൻ. ബുധന്റെ ദേവതകൾ ആരൊക്കെയാണ്? സരസ്വതി ദേവിയും ശ്രീകൃഷ്ണനും ആകുന്നു, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ അവതാരമൂർത്തികളാകുന്നു എന്ന് നിങ്ങൾ എഴുതി വെക്കുക. അവതാരമൂർത്തികൾ എന്ന് വെച്ചാൽ ശ്രീരാമക്ഷേത്രമുണ്ട്, പരശുരാമസ്വാമി ക്ഷേത്രമുണ്ട്, നരസിംഹം സ്വാമി ക്ഷേത്രമുണ്ട്, വാമന ക്ഷേത്രമുണ്ട്, പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട്. അങ്ങനെ 100 കണക്കിന് മൂർത്തികളുണ്ട് ശ്രീകൃഷ്ണന്റെ അവതാരമൂർത്തികളായിട്ട് വരുന്ന, മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തികളായിട്ട് വരുന്നത്. ശുക്രന് വേണ്ടിയിട്ട് ദേവീക്ഷേത്രങ്ങൾ, ആദിപരാശക്തി ക്ഷേത്രം, ദുർഗാദേവി ക്ഷേത്രം, അമ്മൻ കോവില്, കാളീക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രം, അല്ലെങ്കിൽ ഏത് ദേവതാ ക്ഷേത്രത്തിലായെങ്കിലും ദുർഗാദേവി ക്ഷേത്രം, മഹാലക്ഷ്മി ദേവി ക്ഷേത്രം, അങ്ങനെ നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നുണ്ടെങ്കിലും ക്ഷേത്രം നമ്മുടെ ശരീരമാണ് ക്ഷേത്രമാകുന്നത്. ക്ഷേത്രം നമ്മുടെ ഉള്ളിലുള്ള ദേവതകൾക്ക് ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേടത്തിന്റെ അതിദേവൻ സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ്. ഇച്ഛാശക്തിയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന ശക്തിയായിട്ടാണ് അത് പറയുന്നത്. അടുത്തതായിട്ട് ശുക്രനെ പറയുന്നു ഭോഗശക്തി എന്ന് പറയുന്നു. ഭോഗശക്തി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ എല്ലാവിധത്തിലുള്ള സുഖഭോഗങ്ങളുടെയും സൗകര്യങ്ങളുടെയും അതിദേവതയായിട്ട് ആരെയാ പറയുന്നത്? മഹാലക്ഷ്മി ദേവിയെ പറയുന്നത്. മഹാലക്ഷ്മി ദേവി തുടങ്ങിയവർ എന്നാണ് ഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പോൾ ഒരാളെ മാത്രം പറയുന്നത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ടുള്ള ദേവിമാരെ പ്രാർത്ഥിച്ച് ആരൊക്കെയാണ്? കാർത്തിക മുക്കാല് രോഹിണി മകേരത്തിന്റെ അരയും ചിത്തിര അരയും ചോദ്യം വിശാഖത്തിൽ മുക്കാല് വരുന്നത്. വേറെ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ദോഷമുണ്ടെന്നല്ല പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവർക്കാണ് വഴിപാടുകൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചെയ്യേണ്ടത്, പൂജകൾ ചെയ്യേണ്ടത്. അപ്പം ചൊവ്വയുടെ സ്തോത്രം പറഞ്ഞു, ഇതിന്റെ സ്തോത്രം പറഞ്ഞു. അടുത്തതായിട്ട് ബുധന്റെ സ്തോത്രം പറയുന്നുണ്ട് നമ്മൾക്ക്. അതുകൂടാതെ ബുധന്റെ പറഞ്ഞു. ബുധൻ നിങ്ങൾക്ക് ബുദ്ധിശക്തിയെ പ്രദാനം ചെയ്യുന്നതാണ്. ബുധൻ എന്നുകൊണ്ട് നിങ്ങൾക്ക് വസ്തുതകളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശക്തി വിശേഷമാണ് എന്ത്? ബുദ്ധിശക്തി. അപ്പം ബുധനെ ആരാധിക്കുന്നതോടുകൂടിയും ബുധന്റെ സ്തോത്രങ്ങൾ ജപിക്കുന്നതോടുകൂടിയും സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടിയും ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുന്നതോടുകൂടിയും മകേരത്തിന്റെ അരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാലും ഉത്തരത്തിൽ മുക്കാലും അത്തരവും ചിത്തിരയും വരുന്ന കന്നിക്കൂറുകാർക്കും ഏറ്റവും അധികം ഉത്തമമായിരിക്കും. അപ്പം ധരണി ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തമ്മംഗളം പ്രണമാമിഹം. അതുപോലെ ബുധന്റെ സ്തോത്രം അറിയാവുന്നവര് മനസ്സിലാക്കുക. പ്രിയങ്കു കലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഈ സ്തോത്രം നിങ്ങൾ സ്ഥിരമായി ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ബുദ്ധിശക്തി വർദ്ധിക്കും. ആര് പറയുന്നു? ഗ്രന്ഥം പറയുന്നു. ഈ ഗ്രന്ഥം ഞാൻ ജനിക്കുന്നതിനും എത്ര വർഷം മുമ്പെന്ന് എനിക്കറിയത്തില്ല. ബുക്കുകൾ പുതിയതാണ്, പക്ഷെ ഗ്രന്ഥം പഴയതാണ്. ഗ്രന്ഥത്തിൻ്റെ കോപ്പികളാണ് പുതിയ പുതിയ ബുക്കുകൾ അടിച്ചു വരുന്നത്. ബുദ്ധിശക്തി വർദ്ധിക്കും. ശുക്രനെ ആരാധിച്ച് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഭോഗശക്തി വർദ്ധിക്കും. നിങ്ങൾക്ക് എന്ത് ശക്തിയാണ് വർദ്ധിക്കുന്നത്? ഇച്ഛാശക്തി വർദ്ധിക്കും. ലക്ഷ്യപ്രാപ്തിക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ സഹായകരമാകും. അടുത്തതായിട്ട് നമ്മളിവിടെ പറയുന്നത് ആരാണ്? പുണർത്തത്തിൽ കാലം പൂയോ ആയില്യം വരുന്ന കർക്കിടക കൂറുകാർക്ക് അതിദേവൻ ആരാണ്? ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രനെ ആരാധിക്കുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ പൂജകൾ ചെയ്യുക. സങ്കല്പശക്തിയാണെന്നാണ് പറയുന്നത്. സങ്കല്പശക്തി, ബോധത്തിന്റെ പരിണാമത്തിന് സഹായിക്കുന്ന ശക്തി. ആര്? ചന്ദ്രൻ. അതിന്റെ അതിദേവത ആരാണ്? ദുർഗാദേവി. അപ്പം ദേവതമാരെ, ലക്ഷ്മി ദേവി പോലുള്ള
അന്നപൂർണേശ്വരി, ഭദ്രകാളി ദേവി, ചാമുണ്ഡി ദേവി, മാരിയമ്മൻ ദേവി, അങ്ങനെ ദേവതമാർക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥനകൾ ചെയ്താൽ നിങ്ങൾക്ക് പുണർത്തത്തിൽ കാലം പൂയ ആയില്യക്കാർക്ക് ജീവിതകാലം മുഴുവൻ ഗുണങ്ങളുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൂര്യൻ്റെ നമ്മൾ പറയുന്നത് എന്താണ്? സൂര്യൻ്റെ അതിദേവൻ ആരാണ്? ശിവൻ. ശൈവഗണത്തിൽപ്പെട്ട മൂർത്തികൾ ശിവനും സൂര്യനും. ശിവൻ ജപാകുസുമസങ്കാശം കാശിപേയം മഹാദുതിം തമോരിം സർവപാപജ്ഞം പ്രണതോസ്മിൻ ദിവാകരം. അപ്പോൾ ജ്ഞാനശക്തിയാണ് ശിവനിൽ നിന്ന് തരുന്നതെന്നാണ് പറയുന്നത്. കർമ്മബന്ധങ്ങളിൽ നിന്നും ജീവനെ മോചിപ്പിക്കുന്ന ശക്തിയാണ്. സൂര്യനെ ആരാധിക്കുന്നതോടുകൂടി, ശിവനെ ആരാധിക്കുന്നതോടുകൂടി ജ്ഞാനശക്തി വർദ്ധിക്കും എന്ന് പറയുന്നു. ആരാണ്? നിങ്ങൾ. മകം, പൂരം, ഉത്തരത്തിൽ കാലുകാര്. അപ്പം ജപാകുസുമസങ്കാശം കാശിപേയം മഹാദുതിം തമോരിം സർവപാപജ്ഞം പ്രണതോസ്മിൻ ദിവാകരം. അപ്പം അങ്ങനെയുള്ള ആ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഓം ജപാകുസുമസങ്കാശം കാശിപേയം മഹാദുതിം തമോരിം സർവപാപജ്ഞം പ്രണതോസ്മിൻ ദിവാകരം ദതിസംഗ തുഷാരാപം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർ മകുടഭൂഷണം. ആർക്ക്? നിങ്ങൾക്ക്. ഇപ്പൊ കന്നി, തുലാം, വൃശ്ചികം പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നിങ്ങൾക്ക് വ്യാഴത്തിലേക്ക് വരുന്നു. വ്യാഴം നിങ്ങൾക്ക് ആരാണ്? സർഗശക്തിയാണ് എന്ന് പറയുന്നു. ആത്മാവ് കൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കുന്നതിനും ആത്മാവിൻ്റെ വികാസത്തിനും എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തമായി തീരുന്നതിനുള്ള ശക്തിവിശേഷമാണ് മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതോടുകൂടി കിട്ടുന്നത് എന്ന് പറയുന്നു. വ്യാഴത്തിൻ്റെ ഈ ശക്തിവിശേഷത്തെയാണ് ഭഗവത്ഗീതയിൽ ഇപ്രകാരം പറയുന്നത്. എന്ത് പറയുന്നു? സർഗശക്തി ഉണ്ടാവുക. അപ്പോൾ ആരൊക്കെയാണ്? മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാലുകാർ എഴുതി വെക്കുക. എൻ്റെ ഭാഗ്യമാണ് ഞാൻ മൂലം നക്ഷത്രത്തിൽ ജനിച്ചത്, പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചത്, ഉത്രാടത്തിൽ കാലിൽ ജനിച്ചത്. പക്ഷേ നിങ്ങളുടെ കർമ്മങ്ങളോ പൂർവികരുടെ കർമ്മഫലങ്ങളോ കൊണ്ട് നമുക്കിപ്പോൾ ദുരിതങ്ങളായിരിക്കും ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷേ നിങ്ങളുടെ ജന്മം ഭാഗ്യജന്മമാണ്. അതുപോലെ തന്നെ എന്തു പറഞ്ഞു? നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണ്? ദേവാനാഞ്ച ഋഷീണാഞ്ച ഗുരുങ്കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. ദേവാനാഞ്ച ഋഷീണാഞ്ച ഗുരു, ദേവന്മാരുടെയും ഋഷിമാരുടെയും ഗുരു ആയിട്ടുള്ള ബൃഹസ്പതിയെ നമുക്ക് വന്ദിച്ച് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറാൻ. അടുത്തതായിട്ട് നമുക്ക് ഈ രണ്ട് ഭാവങ്ങൾക്കും ശനിയാണ് അതിദേവത. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരൊക്കെയാ? ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്നവർക്ക് ശനിയാണെന്ന് പറയുന്നു. ശനിയുടെ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നു? ക്രിയാശക്തി ഉണ്ടാകുന്നതിന്, അതായത് പ്രവർത്തിക്കുന്നതിന് പ്രേരണ നൽകുന്ന ശക്തി. നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് പ്രേരണ തരുന്ന ശക്തി ആരാണ്? ശനിയാണെന്ന് പറയുന്നു. ശനിയുടെ എന്താണ്? നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. എന്തുണ്ടാകുന്നു? ക്രിയാശക്തി ഉണ്ടാകുന്നു. ഇതിൻ്റെ ദേവത ആരാണ്? ശാസ്താവ്, ഹനുമാൻ സ്വാമി എന്നാണ് പറയുന്നത്. പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നതാണ്. അപ്പൊ ക്രിയാശക്തി ഉണ്ടാകാനും കർമ്മശക്തി ഉണ്ടാകുന്നതിനും പ്രവർത്തിക്കുന്നതിന് പ്രേരണ നൽകുന്ന ഗ്രഹമാണ്. എന്ന് വെച്ച് നിങ്ങൾ ബാക്കി ആരും ആരാധിക്കരുതെന്നല്ല പറയുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ കൊണ്ട് നമുക്ക് സർവ്വദോഷങ്ങളും വിട്ടൊഴിഞ്ഞു മാറുന്നതിനും സർവ്വ ഐശ്വര്യം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് ഈ പറയുന്ന ദേവതയെ രണ്ടുപേർക്കും, ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തര വരുന്നവർക്കും ചതയം പൂരുരുട്ടാതി മുക്കാല് വരെ വരുന്നവർക്കും ആരാണ്? ശനിയാണ് അതിദേവൻ. ശനിയുടെ ദേവത എന്താണ്? ശാസ്താവ്. എന്താണ് ശക്തി? ക്രിയാശക്തി, കർമ്മശക്തി, പ്രവർത്തിക്കുന്നതിന് പ്രേരണ നൽകുന്ന ശക്തി. അടുത്തതായിട്ട് നമുക്ക് ഈ വ്യാഴം, ഇവർക്കും വ്യാഴം തന്നെയാണ്. ആർക്ക്? പൂരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്കും വ്യാഴം തന്നെയാകുന്നു അതിദേവത. അപ്പൊ നിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുക, ആ സ്തോത്രങ്ങൾ ജപിക്കുക. ഇത്രയും കാര്യം നമ്മൾ ആമുഖമായിട്ട് പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറുതെ ഈ ചാനലുകളെല്ലാം കണ്ടിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ദുരിതങ്ങളിൽ നിന്ന് മോചനം പൂർണ്ണമായിട്ട് ഉണ്ടാകുന്നുണ്ടോ? ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ആ ദുരിതമോചനം ഉണ്ടാകുന്നതിനും സർവ്വ ഐശ്വര്യം ഉണ്ടാകുന്നതിനും ഈ ചാനലുകൾ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിച്ച് നിങ്ങൾ ഇനി വേറൊന്നും കേൾക്കണ്ട എന്നുള്ളതല്ല. നല്ലതാണെങ്കിൽ നിങ്ങൾ അത് എടുക്കാനല്ലേ ഭഗവത്ഗീത പറയുന്നത്. എല്ലാം ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കൂ എന്നാണ് പറയുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മൾ പറയുന്നതിനകത്ത്, നിങ്ങൾ ഈ പറയുന്നതിനകത്തുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കുക, ഇല്ലാത്തതിനെ തള്ളിക്കളയുക. എന്തിനാണിത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പോൾ ഈ പറയുന്ന കാര്യത്തിൻ്റെ ഒരു ഫലസിദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആമുഖമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പം മേടക്കൂറുകാർക്ക് ആരൊക്കെയാണ് മേടക്കൂറ് വരുന്നത്? അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്ക് ഈ വരുന്ന ചിങ്ങമാസത്തിലെ നിങ്ങളുടെ ജാതകപ്രകാരം
വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ അധിപൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രനോടുകൂടി ധനത്തിന്റെ അധിപതിയായിട്ടുള്ള ശുക്രനോടുകൂടി യോഗം ചേർന്ന് നിൽക്കുന്നു എന്ന് മേടക്കൂറുകാർ എഴുതി വെക്കുന്നു. മേടക്കൂറുകാർ ഇവിടെ എഴുതി വെക്കണം ഒരു പേപ്പറിൽ. അതുകൂടാതെ നിങ്ങളുടെ ജാതക പ്രകാരം 3-ാം ഭാവാധിപനും 6-ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നിങ്ങൾക്ക് ഗൃഹസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. 3-ാം ഭാവാധിപത്യവും 6-ാം ഭാവാധിപത്യവും വഹിച്ച ബുധൻ നമുക്ക് 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അടുത്തതായിട്ട് സൂര്യൻ കേതു നിങ്ങൾക്ക് 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 6-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നു. 7-ലും 8-ലും ആരുമില്ല. 7-ലും 8-ലും ആരുമില്ല. 9-ൽ ആരുമില്ല. 10-ൽ ആരുമില്ല. 11-ൽ രാഹു, 12-ൽ ശനി എന്നാണ് മേടക്കൂറുകാരൻ എഴുതി വെച്ചു. ഇത്രയും പറഞ്ഞ ശേഷം നേരെ ഫലസിദ്ധിയിലോട്ട് പോവുകയാണ്. അടുത്തതായിട്ട് ഇടവക്കൂറുകാരൻ എഴുതി വെക്കുന്നു, എനിക്ക് ധനസ്ഥാനത്ത് ശുക്രനും വ്യാഴവും, 3-ാം ഭാവമായിട്ടുള്ള കുടുംബസ്ഥാനത്ത് ബുധൻ, ഗൃഹം വാഹനസ്ഥാനത്ത് സൂര്യനും കേതുവും, മനസ്സ് സന്താനസ്ഥാനമായ 5-ാം ഭാവത്തിൽ ചൊവ്വ, 6 ശത്രുസ്ഥാനത്ത് ആരുമില്ല, ഭാര്യാസ്ഥാനത്ത് ആരുമില്ല, അഷ്ടമസ്ഥാനത്ത് ആരുമില്ല, ഭാഗ്യസ്ഥാനത്ത് ആരുമില്ല, കർമ്മസ്ഥാനത്ത് രാഹു, ലാഭസ്ഥാനത്ത് ശനി, 11-ൽ ശനി, 12-ൽ ആരുമില്ല. ഇത് നമ്മൾ നേരത്തെ എഴുതിയ ചന്ദ്രനെ എഴുതിയെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇടവക്കൂറുകാരൻ എഴുതി വെക്കുന്നു. അടുത്തായിട്ട് മിഥുനക്കൂറുകാരൻ എഴുതി വെക്കുന്നു, എനിക്ക് ജന്മത്തിൽ ശുക്രൻ വ്യാഴം, ധനസ്ഥാനത്ത് ബുധൻ, കുടുംബസ്ഥാനത്ത് സൂര്യനും കേതുവും, 4-ാം ഭാവം ഗൃഹസ്ഥാനത്തും വാഹനസ്ഥാനത്തും ചൊവ്വ, 5-ൽ ആരുമില്ല, 6-ൽ ആരുമില്ല, 7-ൽ ആരുമില്ല, 8-ൽ ആരുമില്ല, ഭാഗ്യസ്ഥാനം രാഹു നിൽക്കുന്നു, കർമ്മസ്ഥാനത്ത് ശനി നിൽക്കുന്നു. ആരെഴുതി വെക്കുന്നു? മിഥുനക്കൂറുകാരൻ. ലാഭസ്ഥാനത്ത് ആരുമില്ല, നഷ്ടസ്ഥാനത്തും നിലവിൽ ആരുമില്ല. അടുത്തതായിട്ട് നമ്മൾ എഴുതി വെക്കുന്നു, കർക്കിടകൂറുകാരൻ എഴുതി വെക്കുന്നു, എനിക്ക് ജന്മത്തിൽ ബുധൻ, ധനസ്ഥാനമായിട്ടുള്ള 2-ാം സ്ഥാനത്ത് സൂര്യനും കേതുവും, കുടുംബസ്ഥാനമായിട്ടുള്ള അടുത്ത് ചൊവ്വ, 3-ാം ഭാവത്തിൽ ചൊവ്വ, 4-ാം ഭാവത്തിൽ ആരുമില്ല, 5, 6, 7 ഭാവങ്ങളിൽ ആരുമില്ല, അഷ്ടമത്തിൽ രാഹു, അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ ശനി, 10-ൽ കർമ്മസ്ഥാനത്ത് ആരുമില്ല, 11 ലാഭസ്ഥാനത്ത് ആരുമില്ല, 12-ൽ വ്യാഴവും ശുക്രനും. ആരെഴുതി വെക്കുന്നു? കർക്കിടകൂറുകാർ എഴുതി വെക്കുന്നു. അടുത്തതായിട്ട് മകം പൂരം ഉത്തരത്തിൽ കാല് വരുന്ന ചിങ്ങക്കൂറുകാരൻ എഴുതി വെക്കുന്നു, എനിക്ക് ജന്മത്തിൽ സൂര്യൻ, ജന്മത്തിൽ തന്നെ കേതു, ധനസ്ഥാനത്ത് ചൊവ്വ, 3-ാം ഭാവം കുടുംബസ്ഥാനത്ത് ആരുമില്ല, 4-ാം ഭാവം ഗൃഹസ്ഥാനത്ത് ആരുമില്ല, 5 മനസ്ഥാനത്ത് ആരുമില്ല, ശത്രുസ്ഥാനത്ത് ആരുമില്ല, 7 ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്ത് രാഹു, ഭാഗ്യസ്ഥാനത്ത് ശനി, കർമ്മത്തിൽ ആരുമില്ല, ലാഭത്തിൽ ആരുമില്ല, 12 ജന്മത്തിൽ സൂര്യനും കേതുവും, ധനസ്ഥാനത്ത് ചൊവ്വ, 3-ൽ ആരുമില്ല, 4, 5, 6 ഭാവങ്ങളിൽ ആരുമില്ല, 7 ഭാര്യാസ്ഥാനത്ത് രാഹു, അഷ്ടമത്തിൽ ശനി, ഭാഗ്യസ്ഥാനത്ത് ആരുമില്ല, കർമ്മസ്ഥാനത്ത് ആരുമില്ല, ലാഭസ്ഥാനത്ത് ശുക്രനും വ്യാഴവും, നഷ്ടസ്ഥാനത്ത് ബുധൻ. ആരെഴുതി വെക്കുന്നു? ചിങ്ങക്കൂറുകാരൻ എഴുതി വെക്കുന്നു. അടുത്തതായിട്ട് ചൊവ്വ വരുന്ന കന്നിക്കൂറുകാർ, ഉത്തരത്തിൽ മുക്കാലും അത്തം ചിത്തിര വരുന്ന കന്നിക്കൂറുകാർക്ക് ജന്മത്തിൽ ചൊവ്വ, ധനസ്ഥാനത്ത് ആരുമില്ല, കുടുംബസ്ഥാനത്ത് ആരുമില്ല, ഗൃഹസ്ഥാനത്ത് ആരുമില്ല, മനസ്ഥാനത്ത് ആരുമില്ല, ശത്രുസ്ഥാനം രോഗസ്ഥാനത്ത് രാഹു, ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്ത് ശനി, അതുപോലെ തന്നെ അഷ്ടമത്തിൽ ആരുമില്ല, ഭാഗ്യസ്ഥാനത്ത് ആരുമില്ല, കർമ്മസ്ഥാനത്ത് ശുക്രനും വ്യാഴവും, ലാഭസ്ഥാനത്ത് ബുധൻ, നഷ്ടസ്ഥാനത്ത് സൂര്യനും കേതുവും. അങ്ങനെ എഴുതി വെച്ചു. അടുത്തതായിട്ട് നിങ്ങൾ തുലാക്കൂറുകാരൻ എഴുതി വെക്കുന്നു, നമുക്ക് ധനസ്ഥാനത്ത്, കുടുംബസ്ഥാനത്ത്, ഗൃഹസ്ഥാനത്ത് ആരുമില്ല, 5-ാം ഭാവത്തിൽ മനസന്താന സ്ഥാനത്ത് രാഹു, 6-ാം ഭാവത്തിൽ ശനി, 7-ൽ ആരുമില്ല, 8-ൽ ആരുമില്ല, 9-ൽ ഭാഗ്യസ്ഥാനത്ത് ശുക്രനും വ്യാഴവും, കർമ്മസ്ഥാനത്ത് ബുധൻ, ലാഭസ്ഥാനത്ത് സൂര്യനും കേതുവും, 12-ൽ ചൊവ്വ, നഷ്ടസ്ഥാനത്ത് ചൊവ്വ സഞ്ചരിക്കുന്നു. ആരെഴുതി വെക്കുന്നു? തുലാം. ചിത്തിരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർ എഴുതി വെക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ വൃശ്ചികക്കൂറുകാരനായിട്ടുള്ള വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും വരുന്നവർ എഴുതി വെക്കുന്നു, എനിക്ക് ധനസ്ഥാനത്ത് ആരുമില്ല, കുടുംബസ്ഥാനത്ത് ആരുമില്ല, ഗൃഹസ്ഥാനത്ത് രാഹു, 5-ാം ഭാവത്തിൽ ശനി, 6-ാം ഭാവത്തിൽ രോഗസ്ഥാനത്ത് ആരുമില്ല, 7 ഭാര്യാസ്ഥാനത്ത് ആരുമില്ല, അഷ്ടമത്തിൽ ശുക്രനും വ്യാഴവും, അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ബുധൻ, കർമ്മസ്ഥാനത്ത് സൂര്യനും കേതുവും, ലാഭസ്ഥാനത്ത് ചൊവ്വ, നഷ്ടത്തിൽ ആരുമില്ല. ധനു കൂറ് വരുന്ന മൂലം പൂരാട ഉത്തരത്തിൽ കാലുകാർ എഴുതി വെക്കുന്നു, എനിക്ക് ധനസ്ഥാനത്ത് ആരുമില്ല, കുടുംബസ്ഥാനത്ത് രാഹു, 4-ാം ഭാവം ഗൃഹസ്ഥാനത്ത് ശനി, അതുപോലെ തന്നെ ധനുക്കൂറുകാരൻ്റെ 5-ാം ഭാവത്തിൽ ആരുമില്ല, 6-ൽ ആരുമില്ല, 7 ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്ത് ശുക്രനും വ്യാഴവും, അഷ്ടമത്തിൽ ബുധൻ, ഭാഗ്യസ്ഥാനത്ത് സൂര്യനും കേതുവും, അതുപോലെ തന്നെ കർമ്മസ്ഥാനത്ത് ചൊവ്വ, ലാഭസ്ഥാനത്തും നഷ്ടസ്ഥാനത്തും ആരുമില്ല. അടുത്തായിട്ട് മകരക്കൂറുകാരൻ എഴുതി വെക്കുന്നു, അവിട്ടത്തിന്റെ അരയും ചതയും ഉത്രാടത്തിന് മുക്കാല് തിരുവോണം അവിട്ടത്തര വരുന്നവർക്ക് ജന്മത്തിൽ ആരുമില്ല, ധനസ്ഥാനത്ത് രാഹു, കുടുംബസ്ഥാനത്ത് ശനി, 4-ാം ഭാവമായിട്ടുള്ള മേടത്തിൽ ആരുമില്ല, 5-ൽ ആരുമില്ല, 6-ാം ഭാവമായിട്ടുള്ള ശത്രുസ്ഥാനം രോഗസ്ഥാനത്ത് ശുക്രനും വ്യാഴവും, 7-ാം ഭാവത്തിൽ ബുധൻ, അഷ്ടമത്തിൽ സൂര്യനും കേതുവും, ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ, കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തും നഷ്ടസ്ഥാനത്തും ആരുമില്ല. അതായത് അടുത്തത് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നു, അവിട്ടത്തിന്റെ അരയും ചതയും പൂരുരുട്ടാതെ മുക്കാല് വരുന്ന
കുംഭക്കൂറുകാർക്ക് ജന്മത്തിൽ രാഹു, ധനസ്ഥാനത്ത് ശനി, 3-ൽ 4-ൽ ആരുമില്ല, 5 ശുക്രനും വ്യാഴവും നല്ലത്, 6-ാം ഭാവത്തിൽ ബുധൻ, 7-ൽ സൂര്യനും കേതുവും, അതുപോലെ തന്നെ നമുക്ക് അഷ്ടമത്തിൽ ചൊവ്വ, ഭാഗ്യസ്ഥാനത്ത്, കർമ്മസ്ഥാനത്ത്, ലാഭസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് ആരുമില്ല. അടുത്തായിട്ട് മീനക്കൂറുകാരൻ എഴുതി വെക്കുന്നു പൂരുരുട്ടാതികാൽ, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ ശനി, ധനസ്ഥാനത്ത് ആരുമില്ല, 3-ാം ഭാവം കുടുംബസ്ഥാനത്ത് ആരുമില്ല, 4-ാം ഭാവം ഗൃഹം വാഹനസ്ഥാനത്ത് ശുക്രനും വ്യാഴം, 5-ാം ഭാവത്തിൽ ബുധൻ, 6-ൽ സൂര്യനും കേതുവും, 7-ൽ ചൊവ്വ, 8-ൽ ആരുമില്ല, 9-ൽ ആരുമില്ല, 10-ൽ ആരുമില്ല, 11-ൽ ആരുമില്ല, 12-ൽ രാഹു. ഇതാണ് നമ്മുടെ ഈ ചിങ്ങമാസം പിറക്കുമ്പോഴുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത്. ഈ ഗ്രഹസ്ഥിതിയിൽ നിന്നും നമുക്കിനി മാറ്റം വരുന്ന ആർക്കൊക്കെയാണെന്ന് നോക്കാൻ പോവാണ്. ചിങ്ങമാസം 4-ാം തീയതി, ആഗസ്റ്റ് മാസം 20-ാം തീയതി ശുക്രൻ ഇവിടുന്ന് കർക്കിടകത്തിലോട്ട് മാറും, ഇവിടോട്ട് മാറും, ശുക്രൻ ഇങ്ങോട്ട് മാറും. അതായത് അടുത്തത് 14-ാം തീയതി, അതായത് ആഗസ്റ്റ് മാസം 30 ചിങ്ങം 14-ാം തീയതി ബുധൻ ഇങ്ങോട്ട് മാറും. ചിങ്ങം 28 സെപ്റ്റംബർ മാസം 13-ാം തീയതി ചൊവ്വ ഇങ്ങോട്ട് മാറും, തുലാത്തിലോട്ട് മാറും. ചിങ്ങമാസം 29 സെപ്റ്റംബർ മാസം 29-ാം തീയതി ശുക്രൻ വീണ്ടും ഇവിടുന്ന് ഇങ്ങോട്ട് മാറിയ ശുക്രൻ ഇങ്ങോട്ട് മാറുന്നു. അടുത്തതായിട്ട് ചിങ്ങമാസം 30 സെപ്റ്റംബർ 15-ാം തീയതി ബുധൻ നമുക്ക് കന്നി രാശിയിലോട്ട് മാറുന്നു. ഇവിടെ നിന്നോട്ട് മാറിയ ബുധൻ വീണ്ടും കന്നി രാശിയിലോട്ട് മാറുന്നു. അപ്പോൾ ബുധന് ചിങ്ങമാസത്തിൽ 2 മാറ്റം കാണിക്കുന്നുണ്ട്. ചിങ്ങമാസം 14-ാം തീയതി മാറ്റം കാണിക്കുന്നുണ്ട്, ചിങ്ങമാസം 30-ാം തീയതിയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശുക്രന് മാറ്റം കാണിക്കുന്നുണ്ട്, 2 മാറ്റം കാണിക്കുന്നുണ്ട്. ശുക്രനും ബുധനും 2 മാറ്റം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൊവ്വയ്ക്ക് ഒരു മാറ്റം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പൊതുവിലുള്ള ഒരു ഗ്രഹസ്ഥിതി നമുക്ക് പറയുന്നത്. ഈ വർഷം 2201 എന്ന് പറയുന്ന വർഷത്തിൽ ശനിക്കും രാഹുവിനും കേതുവിനും മാത്രം രാശിമാറ്റമില്ല. വ്യാഴത്തിന് രാശിമാറ്റം ഉണ്ടാകും. പിന്നെ ശനിക്ക് രാഹുകേതുക്കൾക്ക് മാറ്റം ഉണ്ടാവത്തില്ല, ശനിക്കും മാറ്റം ഉണ്ടാവത്തില്ല. വ്യാഴത്തിന് മാറ്റം വരും, മെയ് മാസം ആകുമ്പോഴത്തേക്കിന് മാറ്റം വരും. അതിൻ്റെ ഇടയ്ക്കൊരു മാറ്റമുണ്ട്, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയാം. ഇത്രയും ഫലങ്ങളെ കൊണ്ട് നമുക്ക് ഇനി മുതൽ അങ്ങോട്ട് ഫലം പറയാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും എഴുതി വെക്കുക. അപ്പം ജ്യോതിശാസ്ത്രപരമായിട്ട് നമുക്കിന്ന് ഫലസിദ്ധി പറയുന്ന ഒരു വീഡിയോ നമ്മളിന്ന് പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് വായിച്ച് കേട്ട് മനസ്സിലാക്കാനും ഇച്ചിരി റിസ്ക് ഉള്ളൊരു കാര്യമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. എങ്കിൽ പോലും നിങ്ങളിത് മുഴുവനായിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഗുണപരമായിട്ട് വരും എന്നുള്ളതാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പം അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്രം കൂറൽ വരുന്നവരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഈ എഴുതിയത് വീണ്ടും ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓരോരോ ഭാവങ്ങൾ, 12 ഭാവങ്ങളിൽ ആരൊക്കെ എവിടൊക്കെ നിൽക്കുന്നു എന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് ഈ ചാർട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പതുക്കെ ക്ഷമയോടുകൂടി കാണുക, അതായത് സ്ലോയിൽ കാണുക. ഞാൻ സ്പീഡിൽ പറയുന്നതിനാ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇച്ചിരി സ്ലോ ആകുകയാണെങ്കിൽ 2 മണിക്കൂറിന് മേളിൽ ഈ വീഡിയോ പോകേണ്ട അവസ്ഥ വരും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകാനും ഇത് റെക്കോർഡിക്കൽ വീഡിയോ ആയതുകൊണ്ട് വീണ്ടും വീണ്ടും കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ടുമാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പോൾ പുതിയ ചിങ്ങമാസം മുതൽ അശ്വതി ഭരണി കാർത്തിക കാല് വരുന്ന മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുമെന്നും പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ഇപ്രാവശ്യം നടക്കുമെന്നും ബിസിനസ് സംരംഭങ്ങളും പുതുതായിട്ട് ആരംഭിക്കാൻ സാധിക്കുമെന്നും നമ്മൾ മുടക്കുന്ന തുക നമുക്ക് മടക്കി കിട്ടുന്നതിനുള്ള ഗുണകരമായിട്ടുള്ള ലാഭം വർദ്ധിക്കുമെന്നും വസ്തു വീട് സംബന്ധിച്ച തർക്കങ്ങളുള്ളത് പരിഹരിക്കാൻ പറ്റുമെന്നും കുടുംബത്തിൽ സ്വൈരക്കേടുകളുള്ളത് വിട്ടൊഴിഞ്ഞു മാറുമെന്നും അന്യദേശത്ത് ഉപരിപഠനത്തിന് അവസരം തേടി ഇരിക്കുന്ന യുവതി യുവാക്കൾക്ക് പഠനത്തിനും തൊഴിലിനും വേണ്ടി അത് സാധിച്ചു കിട്ടുമെന്നും അതുപോലെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെ വിളിക്കാവേ. പിന്നെ വിളിക്കാം. പറയുന്നത് കേട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് അന്യനാട്ടിൽ ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് ഗുണകരമായിട്ട് വരും. പ്രണയ സാഹചര്യം ഉണ്ടാകും. യുവതി യുവാക്കൾക്ക് പ്രണയപരമായിട്ടുള്ള സാഹചര്യം വന്നു ചേരും. വിവാഹാദി മംഗളകാര്യങ്ങൾ ഉണ്ടാകും. വിവാഹത്തിന് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് അത് വിട്ടൊഴിഞ്ഞു മാറുമെന്നും 7 ഖണ്ഡകാല ശനി ആയതുകൊണ്ട് ചില കാര്യങ്ങളിൽ ചില തടസ്സങ്ങളുള്ളതിന് മാറുന്നതിന് വേണ്ടിയിട്ട് നീലാഞ്ജനം വിളക്ക് കത്തിക്കുന്നതിനും സാമ്പത്തികമായിട്ടുള്ള സംതൃപ്തി ഉണ്ടാകുമെന്നും ചിട്ടി അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഭാഗ്യം വർദ്ധിക്കുമെന്നും അതുപോലെ തന്നെയുള്ള ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കുമെന്നും ആർക്ക് കാണിക്കുന്നുണ്ട്?
അശ്വതി, ഭരണി, കാർത്തികകാല് വരുന്ന മേടക്കൂറുകാർക്ക് ഫലസിദ്ധി കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫോണുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. കാരണം ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും പ്രശ്നമാണ്, അതാണ് കുഴപ്പം. അപ്പം രണ്ടാമത് നമുക്ക് ഭരണി നക്ഷത്രവും വരുന്ന അശ്വതി, ഭരണി, കാർത്തികകാലുകാർ വരുന്നവർക്ക് നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുള്ള ഫലസിദ്ധിയാണ് പറഞ്ഞത്. ഈ ഗ്രഹസ്ഥിതികളെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ ജാതകപ്രകാരം നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് രാഹു ലാഭസ്ഥാനത്താണെന്നും ശനി 12ാം ഭാവത്തിലാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് പ്രധാനമായിട്ട് 12 കൂറുകാരുടെയും ഫലസിദ്ധിയാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് പറയുന്നത്. നിങ്ങൾക്കുള്ള ദോഷങ്ങൾക്കുള്ള പ്രതിവിധികളും കൂടി നമ്മളിന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അത് നോട്ട് ചെയ്ത് വെക്കുക. രാശിമാറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബുധനും അതുപോലെ തന്നെ 2 തവണ മാറുന്നുണ്ട്, ശുക്രനും 2 തവണ മാറുന്നുണ്ട്, ചൊവ്വ 1 തവണ തുലാം രാശിയിലേക്ക് മാറുന്നുണ്ട്. അപ്പം മേടം രാശിക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ നിങ്ങൾക്ക് 7ാം ഭാവത്തിലേക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസം 15ാം തീയതി ചിങ്ങമാസം 30ാം തീയതിയോട് കൂടിയേ മാറുന്നുള്ളൂ. അത് നിങ്ങൾക്ക് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 7ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും കളത്രപുത്രാദി സൗഭാഗ്യങ്ങളെല്ലാം വന്നു ചേരുക, ധന വസ്ത്ര ആഭരണ ലാഭം ഉണ്ടാവുക, ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുക, അതുപോലെ കേസ് വഴക്കുകളിൽ നിന്നും വിജയം ഉണ്ടാവുക എന്നിങ്ങനെയുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ട് ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ചിങ്ങമാസം മുതലുള്ള ജ്യോതിഷ ഫലം എന്ന് പറയുന്നത്. ചിങ്ങമാസം 30ാം തീയതി സെപ്റ്റംബർ 15 കൂടിയാണ് ഈ പറയുന്ന ഫലസിദ്ധി വരുന്നത് എങ്കിൽ പോലും ആ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് മുൻകൂട്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അശ്വതി, ഭരണി, കാർത്തികകാലുകാർക്ക് ധനസ്ഥാനാധിപൻ 3ാം ഭാവത്തിൽ വ്യാഴത്തോടുകൂടി സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ധനാഗമ മാർഗങ്ങളെല്ലാം അനുകൂലമായിട്ട് തുറന്നു കിടക്കുന്നതെന്നും 4ാം ഭാവം ഗൃഹം വാഹന സ്ഥാനത്ത് ബുധന്റെ സ്ഥിതി നിങ്ങൾക്കുള്ളത് കൊണ്ട് കുറച്ച് ദോഷ സമയമാണെന്നും ഗൃഹത്തിൽ ചില ദോഷദുരിതങ്ങളും രോഗാരിഷ്ടതകളും വിഷമതകളും വന്നു ചേരുന്ന ഒരു സമയമായിട്ടും 5ാം ഭാവം കുത്തിൽ സൂര്യനും കേതുവും നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് മനസ്സിന് വിഷമമുണ്ടാകുന്ന ചില സംഗതികൾ വന്നു ചേരുമെന്നും രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടാകുമെന്നും സന്താനങ്ങൾക്ക് കുറച്ച് വിഷമതകൾ ഉണ്ടാകുമെന്നും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് 12ാം ഭാവത്തിലെ ശനി തുടരുന്നത് 7ര ഘണ്ടകാല ശനിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീലാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥന ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ലാഭാധിപനാണ് 12 നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സത്യം പറയുമ്പോൾ സത്യത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ എന്തുണ്ടാകും? ആ വഴിയിലോട്ട് പോകരുത്, അവിടെ കല്ലുണ്ട് അല്ലെങ്കിൽ മുള്ളുണ്ട് എന്ന് പറയാറില്ല ചില ആൾക്കാർ. ആ വഴി പോകണ്ട, അച്ചിരി ബ്ലോക്കാന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ലാഭാധിപനായിട്ടുള്ള ലാഭത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി നിങ്ങൾക്ക് 12ൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ്. ഇത് ജ്യോതിഷപരമായിട്ട് എനിക്കോ വേറൊരാൾക്കോ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ പരിഹരിക്കാൻ പറ്റും. എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ശനിയെ പൂജിച്ചാൽ, ശനിയെ ആരാധിച്ചാൽ, ശനി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇത് മനസ്സിലാക്കുക. നമ്മുടെ പ്രശ്നം ഇങ്ങനെയുണ്ട്, എന്താണ്? എൻ്റെ ലാഭത്തിൻ്റെ അധിപൻ നഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, ഒരു കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ മനസ്സിലാക്കണം, എനിക്കിപ്പോൾ ലാഭം കുറയുക, നഷ്ടം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഒരു പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു കമ്പനി നടത്തുന്ന ഒരാളാണെങ്കിൽ, ഒരു ഷോപ്പ് നടത്തുന്ന ഒരാളാണെങ്കിൽ, ഇങ്ങനെ ലാഭാധിപൻ 12ൽ നിന്ന് കഴിഞ്ഞാൽ അതൊരവസ്ഥ അവിടെ ഉണ്ട്. പക്ഷേ ഞാനത് കരുതലോടുകൂടി നിൽക്കുകയാണെങ്കിലോ എനിക്കെന്ത് പറ്റുന്നുണ്ട്? അത് വരുത്തില്ല. ഇത് പറയാനാണല്ലോ ജ്യോതിഷം നോക്കുന്നത്. അയ്യോ എനിക്ക് ഈ വർഷം മൊത്തം നഷ്ടമായ, കയ്യിലിരിക്കുന്നതെല്ലാം പോകും എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് ജ്യോതിഷത്തിൻ്റെ ഒരു ഫലസിദ്ധി. അത് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഞാൻ വേറെ കഥകളിലേക്ക് പോകുന്നൊരവസ്ഥ വരും. രാജസന്നിധിയിൽ ജ്യോത്സ്യരെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചപ്പോൾ രാജാവിനോടൊരു ജ്യോത്സ്യൻ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഉടൻ തന്നെ തട്ടിപ്പോകും, കാലം തീർന്നു, നിങ്ങളുടെ സമയം തീർന്നു, നിങ്ങളുടെ ജാതകത്തിൽ 6ാം ഭാവാധിപന്റെ ദശയിൽ അഷ്ടമാധിപന്റെ ദശാകാലമായിട്ട് നിങ്ങൾ തട്ടിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇയാളെ തല വെട്ടിക്കളഞ്ഞു. ആര്? രാജാവ്. വേറൊരു ജ്യോത്സ്യനെ വിളിച്ചു, ഈ വിഷമം കാരണം, ഇതിപ്പോൾ ഇയാൾ പറഞ്ഞതിനകത്ത് ഇയാൾക്ക് വിഷമം, ഇതിനകത്ത് വല്ല സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വേറൊരാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങയുടെ സമയം വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഉത്സവം നടക്കാൻ പോകുന്നു, പ്രജകൾക്ക് സന്തോഷം ഉണ്ടാകാൻ പോകുന്നു, ആഹ്ലാദം ഉണ്ടാകാൻ പോകുന്നു, യുവരാജാവ് പട്ടാഭിഷേകം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. രാജാവ് സന്തോഷവാനായി, ഇയാൾക്ക് പട്ടുംപടയെല്ലാം കൊടുത്ത് പറഞ്ഞു വിട്ടു. സംഭവം എന്തുവാ? രാജാവ് തട്ടിപ്പോയി. അപ്പോൾ ഈ രണ്ടാമത് വന്ന ജ്യോത്സ്യൻ എന്ത് പറഞ്ഞു? സംഭവം എല്ലാം പറഞ്ഞു, പക്ഷെ അതിന് മാറ്റാനൊക്കുന്നില്ലല്ലോ. പക്ഷെ അതിനെന്ത്? പക്ഷിക്ക് ഈ രാജ്യങ്ങൾ, ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം വരും. പക്ഷെ അത് നേരെ ചൊവ്വയെ എടുത്തു പറയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആകമാനം ദുരിതം ഉണ്ടാവുകയും, പക്ഷേ ആ ദുരിതത്തിൻ്റെ മോചനം ഉണ്ടാകാനുള്ള പ്രതിവിധികൾ എന്ത് വേണം? ഇപ്പം ജ്യോത്സ്യർ നോക്കുമ്പോൾ അതിനൊരു പ്രതിവിധി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം. അങ്ങയുടെ ഇപ്പോഴത്തെ സമയം വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ പോലും
താങ്കൾ ഒരു കാര്യം ചെയ്യണം, ഒരു മൃത്യുഞ്ജയ ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്തിട്ട് നാട്ടിലുള്ള ആളുകൾക്കെല്ലാം ഒരു അന്നദാനവും ഒരു കാര്യങ്ങളൊക്കെ നേർച്ചകളൊക്കെ നടത്തിയിട്ട് ക്ഷേത്രത്തിൽ വഴിപാടൊക്കെ നടത്തണം എന്ന് പ്രശ്നവിധി പ്രകാരം കാണുന്നുണ്ട് രാജാവെ എന്ന് പറഞ്ഞു കഴിയുമ്പം രാജാവ് പോയി ഇത് നടത്തുകയും ചെയ്യും. ചിലപ്പോൾ രാജാവിൻ്റെ വരാനുള്ള ആപത്ത് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഇനി നമ്മൾ മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ഈ ചിന്ത കാരണം ഇയാൾക്ക് പ്രശ്നങ്ങളുണ്ടാകും. എന്തിനാ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേടക്കൂറുകാർക്ക് 12ാം ലാഭാധിപതി 12 നിൽക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ഈ വർഷം മുഴുവൻ നഷ്ടമാണ്, ദോഷമാണ്, കയ്യിലിരിക്കുന്നത് കടം മേടിച്ചു പോകും, നിങ്ങൾ മുടിഞ്ഞു പോകും എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? തീർന്നു. നിങ്ങൾ അവിടെ വെച്ച് മാനസികമായി ഡെസ്പായിട്ട് പോയില്ലെങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞ കാട്ടിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുക, മാനസികമായിട്ടും വഴിപാടുകളെ കൊണ്ട്. അപ്പം ശനിദേവനെ ആരാധിച്ച് ശനി പ്രീതികൾ വരുത്തി നീലാഞ്ജനം വിളക്ക് കത്തിച്ച് സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകാനാണ് ഈ വർഷത്തെ ഫലം പറയുന്നത്, ചിങ്ങമാസത്തിലെ ഫലം പറയുന്നത്. ചിങ്ങമാസത്തിലെ എന്നുള്ളതല്ല, ഈ വർഷം മുഴുവൻ ശനിക്ക് മാറ്റമില്ലെന്ന് പറഞ്ഞല്ലോ. 1202 കഴിഞ്ഞാലും 2.5 വർഷത്തേക്കുള്ള ശനിയുടെ രാശിമാറ്റത്തിലുടൻ തന്നെ ഒരു ശനിക്കൊരു മാറ്റം വരുന്നില്ല. അപ്പം അശ്വതി ഭരണി കാർത്തികകാലിൽപ്പെട്ടവര് ശനിദേവനെ ആരാധിക്കുകയും ശനിപ്രീതി വരുത്തുകയും ഉള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടായി? പൂർണ്ണമായിട്ടും തൃപ്തികരമാവുകയും ഫലസിദ്ധി ഉണ്ടാവുകയും ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലസിദ്ധി നമുക്ക് പറയാം. ഇടവക്കൂറുകാർക്ക് എന്ത് മനസ്സിലാക്കാം? നിങ്ങളുടെ ആദ്യം നമ്മൾ എന്ത് നോക്കുന്നു? നമ്മുടെ ചന്ദ്രലഗ്നാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്നു, അതിവിശേഷപ്പെട്ട സമയമാണ്. ഒരാൾക്ക് പോലും കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര വരുന്ന ഒരാൾക്ക് പോലും ധനപരമായ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാകേണ്ട സമയമേ അല്ല. പക്ഷെ നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾക്ക് കടമാണ്, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ദുരിതങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളുള്ളവരായിരിക്കും ചിലപ്പോൾ ഇത് കേൾക്കുന്നത്. അപ്പോൾ ഇയാൾ ഇങ്ങനെ പറയുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നമാണല്ലോ എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കടം വന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങൾ വന്നത്? ജ്യോതിഷപരമായിട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെ കടം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഇപ്പുറത്ത് നിങ്ങൾക്ക് എത്ര രൂപയുടെ മൂല്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണം. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥ വസ്തുത നിങ്ങൾക്ക് പിടികിട്ടും. എന്നെ ഇന്നൊരാൾ വിളിച്ചപ്പം എന്നോട് പറഞ്ഞു, കക്ഷിക്ക് 2.5 കോടി രൂപയുടെ കടം ഉണ്ടെന്ന് പറഞ്ഞു. കക്ഷി ചിലപ്പോൾ വീഡിയോ കേൾക്കുമായിരിക്കും, ഞാൻ ആരാന്ന് പറയുന്നില്ലല്ലോ. അപ്പം എത്ര രൂപ നിങ്ങളുടെ ഈ മൂല്യമുണ്ട്? കൂടി വന്നാൽ ഒരു 10 ലക്ഷം രൂപയുടെ മൂല്യം കാണും തിരുമേനി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 2.5 കോടി രൂപയുടെ കടമുള്ള ഒരാൾക്ക് 10 ലക്ഷം രൂപയുടെ മൂല്യം വന്നാൽ പോരാല്ലോ, നിങ്ങൾക്ക് ചുമ്മാ 2.5 കോടി രൂപ ആരും തരത്തില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, എനിക്ക് വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, എത്ര രൂപയുടെ മൂല്യം ഉണ്ടാവും, എല്ലാം കൂടെ കൊടുത്ത് എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഏകദേശം 5 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ 5 കോടി രൂപയുടെ വസ്തു ഉള്ള ഒരാൾക്ക് 2.5 കോടി രൂപയുടെ ബാധ്യതയുള്ളത് കിടപ്പോൾ, അപ്പോൾ മൂല്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എങ്ങനെയായി? ഇയാൾക്ക് 2.5 കോടി രൂപ കയ്യിലുണ്ടെന്നല്ലേ പറയേണ്ടത്? 5 കോടി രൂപയുടെ വസ്തുവുണ്ട്, 2.5 കോടി രൂപയുടെ മൂല്യമുണ്ട്. അത് വിൽക്കാനല്ല നമ്മൾ പറയുന്നത്, എങ്കിലും പറയുക. അപ്പോൾ നമ്മുടെ മൂല്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. അപ്പോൾ ഇടവക്കൂറിൽ വരുന്ന ആരാ? കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര വരുന്നവർക്ക് ധനസ്ഥാനത്ത് വ്യാഴശുക്രന്മാർ സഞ്ചരിക്കുന്നതുകൊണ്ട് ധനപുരോഗതിയും അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ഗുണഫലങ്ങളും വസ്ത്രാഭരണാദി ലാഭങ്ങളും അതുപോലെ തന്നെ വാഹനാദി സംബന്ധമായിട്ടുള്ള ഗുണഫലങ്ങളും വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ ഗുണഫലങ്ങളും ഒക്കെ വർദ്ധിക്കുന്ന ഒരു അതിവിശേഷപ്പെട്ട ഒരു സമയമായിട്ടാണ് ഈ വർഷത്തെ ഫലസിദ്ധി പറയുന്നത്. കാരണം ഇനി നിങ്ങൾക്ക് ശുക്രൻ 3-ലേക്കും അത് കഴിഞ്ഞാൽ പിന്നെ 4-ലേക്കുമാണ് സഞ്ചരിക്കുന്നത്. 3-4 ഭാവങ്ങൾ വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനാണ് ശുക്രൻ, നിങ്ങളുടെ ഭാഗ്യാധിപനാണ് വ്യാഴം. കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തരക്കാരുടെ ഭാഗ്യാധിപൻ നിങ്ങൾക്ക് ധനസ്ഥാനത്ത് സഞ്ചരിച്ചിട്ട് തന്നെ അടുത്ത് എങ്ങോട്ട് പോകുന്നു? 3-ലേക്ക് പോകുന്നു, അടുത്തതായിട്ട് 4-ലേക്ക് പോകുന്നു, അടുത്തതായിട്ട് 5-ലേക്ക് പോകുന്നു, അത് കഴിഞ്ഞേയുള്ള 6-ലേക്ക് പോകുന്നത്. എത്ര വർഷം എടുക്കും? 1, 2, 3 വർഷം കഴിയണം ഇടവക്കൂറുകാർക്ക് വ്യാഴം മറയണമെങ്കിൽ, 6-ലേക്ക് വരണമെങ്കിൽ 1, 2, 3, 4 വർഷം കഴിയണം. അപ്പം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ശുക്രന്റെ സഞ്ചാരവും ഇനി ഈ വഴി കൂടെ സഞ്ചരിക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഈ വർഷം 2 പ്രാവശ്യം മാറുമ്പോൾ നിങ്ങൾക്ക് 3-ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങളുടെ ജാതകപ്രകാരമുള്ള ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കുഴപ്പമില്ല. അതുപോലെ തന്നെ 3-ാം ഭാവം കുടുംബസ്ഥാനത്ത് നിൽക്കുന്ന ആരാ? നിങ്ങളുടെ ധനാധിപനാണ് കുടുംബസ്ഥാനത്ത് നിൽക്കുന്നത്. അത് വളരെയധികം നല്ലതാണ്. 2-ാം ഭാവം ധനാധിപനും അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകപ്രകാരം മനസ്സിൻ്റെയും സന്താനത്തിൻ്റെയും അധിപനായിട്ടുള്ള ബുധൻ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. ബുധൻ ഇങ്ങോട്ട് മാറുന്നുണ്ട്. അക്കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോയാൽ ഒരുപാട് സമയം പോവുകയും ചെയ്യും. അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ സൂര്യനും കേതുവും നിൽക്കുന്നതിനാൽ സൂര്യൻ നിൽക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതാണ്. നിങ്ങളുടെ 4-ാം ഭാവാധിപൻ തന്നെയാണ് സൂര്യൻ. അപ്പോൾ ഗൃഹം വാങ്ങുന്നതിന്
നമുക്ക് എന്തെങ്കിലും ലോണുകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിന്, അതുപോലെ തന്നെ ഗൃഹത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിക്കുന്നതിന്, അതുപോലെ തന്നെ ഗൃഹത്തിൽ എന്തെങ്കിലും ദോഷദുരിതങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വിട്ടൊഴിഞ്ഞു മാറുന്നതിനും, ഗൃഹത്തിൽ രോഗാരിഷ്ടതകളുണ്ടെങ്കിൽ അതെല്ലാം വിട്ടൊഴിഞ്ഞു മാറുന്നതിനും, സർവ്വ ഐശ്വര്യം ഉണ്ടാകുന്നതിനും, ഗൃഹം വാങ്ങുന്നതിന്, ഭൂമി വിൽക്കുന്നതിന്, ഭൂമി വാങ്ങുന്നതിന്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമാണെന്നും, ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങോട്ടാണ് സൂര്യൻ നോക്കുന്നത്? നിങ്ങളുടെ കർമ്മസ്ഥാനത്തേക്കാണ് നോക്കുന്നത്. ഇടവക്കൂറുകാർക്ക് കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട് ആര്? സൂര്യൻ, 4ാം ഭാവാധിപൻ. അപ്പൊ നിങ്ങളുടെ കർമ്മ പുരോഗതി ഉണ്ടാകുന്നു. അപ്പോൾ സർവ്വ ഗുണഫലങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരാളൂടെ നിൽപ്പുണ്ട്, കേതു കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് നിങ്ങൾക്ക് മനഃശാന്തിക്കുറവ്, മനസ്വസ്ഥതക്കുറവ്, രോഗാരിഷ്ടതകൾ, വിഷമതകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ സൂര്യൻ്റെ വരവോടുകൂടി അതിനൊരു ശമനം ഉണ്ടാവുകയും അതിനെല്ലാം ഒരു മോചനം ഉണ്ടാവുകയും ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ കേതുവിൻ്റെ ദോഷം വിട്ടൊഴിഞ്ഞപ്പോൾ സൂര്യനും കേതുവും തമ്മിൽ പരസ്പര ശത്രുക്കളാണെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും ഇവിടെ വരുമ്പോഴത്തേക്ക് ഉള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലികൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് രുദ്രസൂക്ത മന്ത്ര അർച്ചന, ജലധാര, നെയ്വിളക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. കൂവളമാലയുണ്ടല്ലോ, കൂവളത്തിൻ്റെ മാല, എരിക്കിൻ്റെ മാല ഒക്കെ ചാർത്തിക്കൊണ്ട് പ്രാർത്ഥന ചെയ്യുക. അപ്പോൾ അത് വളരെയധികം ഉത്തമമായിട്ട് വരികയും നിങ്ങളുടെ ദോഷങ്ങൾ മാറുകയും ഗണപതി ഹോമം ചെയ്യുകയും ചെയ്യണം. ശിവപൂജയും ചെയ്യണം. ആ അമ്പലത്തിൽ തന്നെ നിങ്ങളൊരു മാസത്തിൽ ഒരു ഗണപതി ഹോമം കൂടെ ചെയ്യുകയും നിങ്ങൾക്ക് നാഗദൈവ പ്രീതിയും കൂടെ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടവക്കൂറുകാരുടെ സർവ്വവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. നമ്മൾ ഇത് പറഞ്ഞു, ഫലവും പറഞ്ഞു, ഇതും പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ മനസ്ഥാനത്ത് 1, 2, 3, 4, 5ാം ഭാവത്തിൽ ആര് നിൽക്കുന്നു? നിങ്ങൾക്ക് ചൊവ്വ നിൽക്കുന്നു. ഈ ചൊവ്വ നിങ്ങൾക്ക് ഇങ്ങോട്ട് മാറുന്നുണ്ട്, 6ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ 12ാം ഭാവാധിപനും 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് ഇപ്പോൾ നിലവിൽ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്. 6, 7, 8, 9 ഇത്രയും ഭാവങ്ങളിൽ ഗ്രഹങ്ങളൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ കർമ്മസ്ഥാനത്ത് രാഹുവാണ് നിൽക്കുന്നത്. അത് കുറച്ച് ദോഷമാണെന്ന് പറഞ്ഞു. എങ്കിലും സൂര്യൻ്റെ വരവോടുകൂടി നിങ്ങൾക്കത് മാറാൻ വരും. നിങ്ങളുടെ ലാഭസ്ഥാനത്ത് ശനി നിൽപ്പുണ്ട്. നിങ്ങളുടെ ശനി ആരാണ്? നിങ്ങൾക്ക് ജാതകപ്രകാരം 7, 8, 9, 10 ഭാഗ്യത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അധിപനായിട്ടുള്ള ശനി നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഇടവക്കൂറുകാർക്ക് നല്ലതാണെന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇടവക്കൂറുകാർ എന്നെ വിളിക്കാറുണ്ട്. ഇടവക്കൂറുകാർക്ക് നല്ലതാണെന്ന് പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് നല്ലതെന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളും കൂടി നല്ലതാക്കിക്കൊണ്ട് വരികയും നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ദേവതകളെ ആരാധിക്കുകയും പൂജിക്കുകയും കൂടെ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ? ഗുണം ഉണ്ടാവത്തുള്ളൂ. നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെളിയിൽ വെയിലുണ്ട്, പക്ഷെ തുണി ഉണങ്ങുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അവസ്ഥയായി പോകും. തുണി നമ്മൾ കഴുകി ബക്കറ്റിനകത്ത് വെച്ചിരിക്കുക, വെളിയിൽ നല്ല വെയിലുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയി വിരിച്ചിടണം എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ കർമ്മങ്ങൾ നേരെയാക്കണം, അതിനുള്ള പ്രതിവിധികൾ ചെയ്യണം. അതിൻ്റെ ആദ്യ ഭാഗത്ത് ഇതിൻ്റെ പ്രതിവിധി പറഞ്ഞിട്ടുണ്ട്. സ്ക്രോൾ ചെയ്ത് കണ്ടവർക്ക് ഇത് മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾ ശുക്രനെ പ്രീതിപ്പെടുത്തുക, ഈ പറഞ്ഞ പോലെ ശിവനെ പൂജിക്കുക, ഗണപതി ഭഗവാന് വഴിപാടുകൾ ചെയ്യുക, നാഗദൈവ പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ മാസത്തിൽ, ചിങ്ങമാസത്തിലുള്ള ദോഷങ്ങൾക്കെല്ലാം പ്രതിവിധികളാവും. ഗുണഫലങ്ങളായിട്ടുള്ള ഗ്രഹങ്ങൾ അവിടെ നിൽപ്പുള്ളത് ഗുണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബുധൻ ഈ പുണർദത്തിൽ കാല് പൂയ ആയില്യം വരുന്ന കർക്കിടക കൂറുകാർക്ക് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം. നമുക്ക് ജാതകപ്രകാരം അവർക്ക് ധനസ്ഥാനത്ത് സൂര്യനും കേതുവും, 3ാം ഭാവത്തിൽ ചൊവ്വ, അതുപോലെ തന്നെ 4, 5, 6, 7 അഷ്ടമത്തിൽ രാഹു, അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ശനി, കർമ്മസ്ഥാനത്തിൽ ആരുമില്ല, ലാഭസ്ഥാനത്ത് ആരുമില്ല, 12ൽ ശുക്രനും വ്യാഴവും. ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് ചിങ്ങമാസം മുതൽ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബുധൻ നിങ്ങൾക്ക് ജാതകപ്രകാരം ലാഭത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ അധിപനുമായതുകൊണ്ട് നമുക്ക് കുടുംബത്തിൽ സന്തോഷങ്ങളുണ്ടാവുക, ഭൂമി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുക, സർവ്വ ഐശ്വര്യം ഉണ്ടാവുക, സന്താനങ്ങൾക്ക് മേൽഗതി ഉണ്ടാവുക, അതുപോലെ തന്നെ കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടൊഴിഞ്ഞു മാറുക, ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള അതിവിശേഷപ്പെട്ട ഗുണഫലങ്ങൾ നിൽക്കുന്ന ഒരു സമയമായിട്ടും കർക്കിടക കൂറുകാർക്ക് കാണുന്നുണ്ട്. കർക്കിടക കൂറുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ശുക്രൻ ഇങ്ങോട്ട് വരാൻ പോവുകയാണ് കർക്കിടകത്തിലേക്ക്. എന്നാണ് വരാൻ പോകുന്നത്? ചിങ്ങമാസം 4ാം തീയതി. ചിങ്ങമാസം 4ാം തീയതി, ആഗസ്റ്റ് മാസം 21ാം തീയതിയോട് കൂടി ആര് വരുന്നു? ശുക്രൻ വരുന്നു. ലാഭത്തിൻ്റെ അധിപൻ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പം ശുക്രൻ വരുമ്പം ഇച്ചിരി കാശും കൊണ്ട് വരും. ചിങ്ങമാസം 4ാം തീയതിയോട് കൂടി നിങ്ങൾക്കിനി അങ്ങോട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ചിങ്ങത്തിൽ ഇങ്ങോട്ട് വരുത്തതേ ഉള്ള ആള് വന്ന ഉടനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കാശ് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മാവൻ ഇച്ചിരി കാശും കൊണ്ട് വന്നിട്ടുണ്ട്. അമ്മാവനെ ആദ്യം കൈയും കാലും ഒക്കെ ഒന്ന് കഴുകാനും
കുളിക്കാനൊക്കെയുള്ള സംവിധാനങ്ങളും ഇച്ചിരി ഭക്ഷണമൊക്കെ കൊടുത്ത് ഒന്ന് തൃപ്തിപ്പെടുത്തി അമ്മാവന് കിടക്കാൻ ഇച്ചിരി നേരം സ്ഥലമൊക്കെ കൊടുത്ത് അമ്മാവനൊന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേക്കും അമ്മാവനോട് ഇച്ചിരി കാശ് ചോദിക്കാം നമുക്ക്. അപ്പം ശുക്രൻ എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. വന്ന ഉടനെ കയറി കാശ് ചോദിച്ചു കളയരുത്. ശുക്രൻ വരുമ്പോഴത്തേക്കിന് ആ കാര്യങ്ങൾക്ക് പരിഹാരമാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ ആളിങ്ങോട്ട് ധനസ്ഥാനത്തോട്ട് വീണ്ടും വരുന്നത്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ വരാൻ പോകുന്നത്, സഞ്ചാരഗതി വരാൻ പോകുന്നത്. അപ്പൊ കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങമാസം തുടക്കത്തോടുകൂടി പുണർദത്തിൽ കാലം പൂയോ ആയില്യക്കാർക്ക് ശുക്രനമ്മാവൻ ഇങ്ങോട്ട് വരുന്നത് കൊണ്ടുള്ള ഗുണഫലങ്ങളെ കൊണ്ട് ധനപുരോഗതി ഉണ്ടാവുകയും ഐശ്വര്യം ഉണ്ടാവുകയും ഭാഗ്യം ഉണ്ടാവുകയും ധനപുരോഗതി ഉണ്ടാവുകയും തൊഴിൽ തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുക, ബിസിനസ്സിൽ ലാഭം ഉണ്ടാവുക, ഇച്ഛിക്കാതെ നമ്മൾ വിചാരിക്കാതിരിക്കുന്ന പല ഭാഗത്തു നിന്നും പണം കയ്യിൽ വന്നു ചേരും എന്നുള്ളൊരു ഭാവമാണ് നിലവിൽ കാണുന്നത്. അതുകൂടാതെ സെപ്റ്റംബർ മാസം 13-ാം തീയതിയോടുകൂടി ചിങ്ങം 28-ാം തീയതിയോടുകൂടി ചൊവ്വ നിങ്ങൾക്ക് യോഗകാരകത്തിനായിട്ടുള്ള കർമ്മത്തിൻ്റെയും നിങ്ങളുടെ മനസ്സിൻ്റെയും സന്താനത്തിൻ്റെ അധിപനായിട്ടുള്ള ചൊവ്വ നിങ്ങൾക്ക് കേന്ദ്രഭാവത്തിലേക്ക് മാറുന്നു, 4-ാം ഭാവത്തിലേക്ക് വരുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും നമ്മുടെ ജ്യോതിഷം കാണുന്ന വീഡിയോ ആദ്യം ഒരു കണ്ടവർക്ക് പെട്ടെന്ന് കാര്യം, ഭൂമി ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബിൽഡിംഗ് വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ്, അത് ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട ബ്രോക്കർമാരായിട്ടുള്ളവർ, അല്ലെങ്കിൽ ഈ ടിപ്പർ മണ്ണടിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കോറികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, പിന്നെ ഭൂമി എർത്തുമായിട്ട് ബന്ധപ്പെട്ട് വീട് നിർമ്മാണം ബിൽഡിംഗ് തൊഴിലാളികൾ, അതുപോലെ തന്നെ കറണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇലക്ട്രിസിറ്റി പ്ലംബിംഗ് വയറിങ്ങുകാർ, വെൽഡിംഗ് വർക്കുകാർ. അപ്പം അഗ്നിയും ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും പുണർദൽക്കാല് പൂയ ആയില്യം വരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭാവസ്ഥിതിയാണ് എന്ത് പറയുന്നത്, ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ടുണ്ടാവുന്നത്. ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന പുണർദൽക്കാല് പൂയ ആയില്യക്കാർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ധനസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ധനപുരോഗതി അല്ലാതെയും ശുക്രന്റെ വരവോടുകൂടിയും കൂടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ധനസ്ഥാനത്ത് ഒരാൾ നിൽപ്പുണ്ട്, കേതു അവിടെ നിൽക്കുന്നതിനാൽ ചില ഹേതുവില്ലാത്ത ധനനഷ്ടങ്ങളൊക്കെ വരാനും പാഴ്ചെലവുകൾ വർദ്ധിക്കുന്നതിനും ഒക്കെയുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പം ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യണം. കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം എല്ലാം വല്ലപ്പോഴും ഒക്കെ തുറക്കത്തുള്ളൂ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുമ്പോൾ പറയുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരുമാണ് ഇതിന്റെ കാരണം. നിങ്ങൾക്ക് ദിവസവും ഭക്ഷണം വേണം, നിങ്ങൾക്ക് എന്നും പാർപ്പിടം വേണം, ഉറങ്ങാനുള്ള സംവിധാനം വേണം. നിങ്ങളുടെ കുലദേവതയ്ക്ക് മാസത്തിലൊരിക്കലേ കൊടുക്കത്തുള്ളൂ എന്ന് കുടുംബക്കാർ വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു ദിവസം ഒരു നേരം അഭിഷേകവും ഒരു നിവേദ്യവും ഒരു പുഷ്പാഞ്ജലിയും കഴിപ്പിക്കാൻ കഴിവില്ലെങ്കിൽ വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെയും കുറ്റപ്പെടുത്തി പറയല്ല. ഞാൻ ഒരു 100 പേരോട് അന്വേഷിച്ചിട്ടുണ്ട്, 1000 പേരോട് അന്വേഷിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണമെന്ന് പറയുമ്പോൾ പറയും, ഇപ്പോൾ കുടുംബക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കലോ അല്ലെ വാർഷിക പൂജയുള്ളൂ ഇവിടെ കേട്ടോ. ഇപ്പോൾ ഈ ഒരു വർഷത്തേക്കിന് ദൈവത്തിന് ആരും ഭക്ഷണം കൊടുക്കണം, ദൈവത്തിനൊന്നല്ല പറയുന്നത്, നിങ്ങളുടെ കുടുംബദേവത നിങ്ങൾ പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്ന ഒരു മൂർത്തി ഉണ്ടല്ലോ. ലോകത്തുള്ള ദൈവത്തെ നമുക്ക് പിടിച്ച് അമ്പലത്തിൽ ഇരുത്താനൊക്കത്തില്ല, പക്ഷെ ഒരു മൂർത്തിയെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ദീപം എന്ന് അതിൻ്റെ ഉദാഹരണം പെട്ടെന്ന് പറയാം. നമുക്ക് ലോകം മുഴുവനുള്ള അഗ്നി, അമേരിക്കയിലും അഗ്നിയുണ്ട്, ലണ്ടനിലും അഗ്നിയുണ്ട്, ഓസ്ട്രേലിയ അഗ്നിയുണ്ട്, ജർമ്മനിയിൽ അഗ്നിയുണ്ട്. നിങ്ങളെ ഒരു തീപ്പെട്ടി വരച്ച് നിങ്ങളുടെ അടുത്ത് വരാറുണ്ട്, അഗ്നിയുണ്ട്, ഒരു ചൈതന്യമുണ്ട്. ഈ ചൈതന്യത്തെ നിങ്ങളൊരു വിളക്കിലാക്കി നിങ്ങളതിനെ സൂക്ഷിച്ചാൽ അതെന്തായി, ലോകം മുഴുവനുള്ള ശക്തിയുടെ ഒരു അംശം നിങ്ങളുടെ അടുത്തുണ്ട്. ഇതിനെ നിങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ, അതിനെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ആവാഹിച്ച് നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആളിന് എന്ത് ചെയ്യുന്നു, നിങ്ങളൊന്നും കൊടുക്കുന്നില്ല. മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ എന്തെങ്കിലും ഒരു കർമ്മം അവിടെ പോയി ചെയ്താൽ എന്ന് പറഞ്ഞതുപോലെ അല്ല. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യാൻ പറയുമ്പോൾ, കുടുംബക്ഷേത്രം ഇല്ലെങ്കിൽ പിന്നെയും ചെയ്യാൻ പറ്റുന്നത് ശിവക്ഷേത്രത്തിൽ പോവുക, ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്ത് ഗണപതി ഹോമം ചെയ്യുക, നാഗപ്രീതി വരുത്തുക. അപ്പം നിങ്ങൾ മേടം, ഇടവം, മിഥുനം, കർക്കിടകം ഈ 4 പേരുടെയും ഭാവത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഈ നിങ്ങൾ നാളെ പറയരുത്, അല്ലെങ്കിൽ വീഡിയോയുടെ കമന്റ് ഇടുക ഞങ്ങളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് മുഴുവൻ കേട്ടിട്ടില്ല എന്നേ പറയാനൊക്കത്തുള്ളൂ. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ലെങ്ത് കൂടുന്നത്. ആ പറയുന്ന കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പറയുകയാണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാഴശുക്രന്മാർ നിങ്ങൾക്ക് 12-ൽ നിൽക്കുകയാണ്. അതിൽ ശുക്രൻ ഇങ്ങോട്ട് വരാൻ പോകുന്നുണ്ട് ചിങ്ങമാസം 4-ാം തീയതി. അത് നല്ലത്. എങ്കിലും വ്യാഴം 12-ലല്ലേ. അപ്പോൾ വ്യാഴം 12-ൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ നഷ്ടസ്ഥാനമായിട്ടുള്ള നാശസ്ഥാനത്തുള്ള സ്ഥാനത്ത് ആര് നിൽക്കുന്നു, വ്യാഴം നിൽക്കുന്നു. പക്ഷേ വിദേശത്ത് ജോലി ചെയ്യുന്ന കർക്കിടക കുറിപ്പെട്ട ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണെന്നും
മനസ്സിലാക്കാം. അപ്പോൾ വ്യാഴപ്രീതി വരുത്തുക, കേതുവിൻ്റെ ദോഷം മാറാൻ ശിവക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക, നാഗദൈവ പ്രീതി വരുത്തുക. ഇത്രയും വഴിപാടുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ പോകുന്ന ശുക്രനും ഉണ്ട്, ചൊവ്വയും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു നവഗ്രഹ സ്തോത്രം ജപിക്കാൻ പറ്റുമല്ലോ. ജപാകുസുമ സംകാശം കാശിപേയം മഹാദിതിം തമോരിം സർവപാപജ്ഞം രണദോസ്മിൻ ദിവാകരം എന്ന് തുടങ്ങിയിട്ട് പലാശപുഷ്പ സംകാശം ധാരകാഗ്രഹ മസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തംകേതും പ്രണമാമ്യഹം. നിങ്ങൾ ഈ കാണുന്ന എല്ലാവർക്കും ദിവസത്തിൽ ഒരു തവണ എങ്കിലും മനസ്സോടുകൂടി 1 മിനിറ്റ് തികച്ചു വേണ്ട നവഗ്രഹ സ്തോത്രം ജപിക്കാനായിട്ട് 9 കൂട്ടം. നവഗ്രഹ സ്തോത്രം എവിടെ കിട്ടുമെന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഗൂഗിൾ എടുത്തിട്ട് നവഗ്രഹ സ്തോത്രം ഒന്ന് അടിച്ചാൽ മതി. ഇപ്പം തന്നെ നിങ്ങളുടെ മുമ്പിൽ നവഗ്രഹ സ്തോത്രം വരും. നിങ്ങളൊരു പേപ്പർ എഴുതി വെച്ചിട്ട് 10 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം മുതൽ നിങ്ങൾ ഇത് കാണാപ്പാഠം പഠിക്കുകയും എല്ലാ ദിവസവും രാവിലെ ഈ നവഗ്രഹ സ്തോത്രം ജപിക്കുന്നതോടുകൂടി. എന്തുകൊണ്ടാണ് ജ്യോത്സ്യന്മാരെല്ലാം നിങ്ങൾ പലരും വീഡിയോയുടെ താഴെ എൻ്റെ എന്നല്ല ഒരുപാട് പേരുടെ താഴെ കമന്റ് ഇടാറുണ്ട്, നിങ്ങൾക്ക് കാശുണ്ടാക്കാനില്ലേ എന്ന് പറയാറുണ്ട്. അവർ ജോലി ചെയ്യുന്നത് കൊണ്ടും അവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ടും ഏത് ജ്യോത്സ്യന്മാർക്ക്, ഏത് തിരുമേനിമാർക്ക്, ഏത് പൂജാരിമാർക്കാണ് കഷ്ടപ്പാടുള്ളത്? കഷ്ടപ്പാടുണ്ടാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താണോ ആ കാര്യം ചെയ്യണം. അപ്പം നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഈ നവഗ്രഹ സ്തോത്രം ജപിക്കും. ജപാകുസുമ സംകാശം ഒന്ന് തുടങ്ങി ഞാനിപ്പോൾ ജപിക്കാൻ നിന്ന് ഒരുപാട് സമയം പോകും, വീഡിയോയ്ക്ക് ലെങ്ത് കൂടുമെന്നുള്ളതുകൊണ്ടാണ് അത് പോകാത്തത്. ഈ സ്തോത്രം നിങ്ങൾ സ്ഥിരമായി ജപിക്കണം. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞ എന്താണ്? നിങ്ങളുടെ അതിദേവൻ ആരാണ്? കർക്കിടക കൂറുകാരുടെ. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടില്ലേലും പറയുന്നവരുടെ കാര്യം വൃത്തിയായിട്ട് പറഞ്ഞിട്ട് പോകാം. ചന്ദ്രനാണ്. ചന്ദ്രന്റെ സ്തോത്രം ജപിക്കുക, ദുർഗാദേവിക്ക് വഴിപാടുകൾ ചെയ്യുക, ദേവീക്ഷേത്രങ്ങളിലുള്ള പൂജകളാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്നും. നിങ്ങളുടെ ഒരു കാര്യമുണ്ട്, പുണർദത്തിൽ കാല് പൂയ ആയില്യം വരുന്ന കർക്കിടകൂറുകാർക്ക് ഒരു ഗുണഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനാണ് നിങ്ങളുടെ ജാതകത്തിലെ അതിദേവത, നക്ഷത്രത്തിന്റെ അതിദേവത. ഈ അതിദേവത എന്താണെന്നാണ് പറയുന്നത്? നിങ്ങളുടെ സങ്കല്പശക്തി, ബോധത്തിന്റെ പരിണാമത്തിന് സഹായിക്കുന്ന ശക്തിയാണ് നിങ്ങളുടെ ചന്ദ്രൻ. ആ ബോധം, നമ്മുടെ ഉള്ളിലുള്ള ബോധത്തെ പരിണാമപ്പെടുത്തുക, അതായത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ചിന്തിക്കുന്നതിനും ആലോചിക്കുന്നതിനും വേണ്ടിയിട്ട് പരിണാമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ നവഗ്രഹങ്ങളിൽ ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുക എന്ന് പറയും. അതായത് 28 ദിവസം കൊണ്ട് ശനി സഞ്ചരിക്കുന്ന, 2.5 വർഷം കൊണ്ട് ശനി സഞ്ചരിക്കുന്ന അത്രയും ദൂരം ആൾ 28 ദിവസം കൊണ്ട് സഞ്ചരിക്കും എന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു നിമിഷം കണ്ണടച്ച് ചിന്തിക്കുക. ശനി 2.5 വർഷം എടുക്കുന്ന സ്ഥലത്ത് 28 ദിവസം കൊണ്ട് ഓടിയെത്തുന്ന ആളാണ് ഈ പറയുന്ന ആള് ചന്ദ്രൻ. അപ്പം ചന്ദ്രൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ 28 പ്രാവശ്യം ഒരു മാസം വെച്ചിട്ട് 12 മാസത്തിലപ്പോൾ എത്ര തവണ ഈ ആള് ഈ ഭൂമിയെ വലം വെച്ച് വരുന്നു എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അപ്പം ചന്ദ്രൻ അതിദേവതയായിട്ടുള്ള സങ്കല്പശക്തി, ബോധത്തിന്റെ പരിണാമത്തെ സഹായിക്കുന്ന ശക്തിയുടെ സ്തോത്രമുണ്ട്. അപ്പം ജപാകുസുമ സംകാശം കാശിപേയം മഹാദുതിം തമോരിം സർവപാപജ്ഞം പ്രണതോസ്മിൻ ദിവാകരം ദതിശങ്ക തുഷാരാഭം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർമകുടഭൂഷണം. എന്തിനാ ഇത് പറയുന്നേ? നിങ്ങൾ വിചാരിക്കും വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടാൻ അയാളിട്ട് ഇഴക്കിയാണ് ഫലം എന്ന് പറഞ്ഞു പോയാൽ പോരായോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. വേണ്ട, ഒരു ഫലവും പറയേണ്ട കാര്യമില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ജയിലിൽ കിടക്കുന്ന ഗോവിന്ദചാമിക്ക് ഒരു നക്ഷത്രം കാണത്തില്ലയോ? ഈ കക്ഷിയുടെ നക്ഷത്രം പുണർദമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കലങ്ങളൊക്കെ അയാൾക്ക് വരണ്ടേ? പക്ഷെ അയാളുടെ കർമ്മം ശരിയല്ലാതെ പോയത് കൊണ്ടാണ് എന്ത് പറ്റുന്നത്? ജയിലിൽ പോയി കിടക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ കർമ്മഫലങ്ങളും നന്നായി വരിക, നമ്മുടെ ജാതകപ്രകാരം നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങൾ ക്ലിയർ ആയിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടും ഫലസിദ്ധി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 100 കണക്കിന് ഇപ്പം പുണർദത്തിൽ കാല് പൂയ ആയില്യം വരുന്ന കർക്കിടകൂറുകാരൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. ഇതിനകത്തൊരു ആയില്യം നക്ഷത്രമുള്ള അറബിയുടെ ഷെയ്ക്കാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നിന്നിട്ട് ചിരിക്കത്തില്ലേ? ഈ അറബിക്ക് എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടോ? അവർ ഇതിന് വല്ലതും പോകുന്നുണ്ടോ? അമ്പലത്തിൽ പോകുന്നുണ്ടോ? ക്രിയാശക്തി ജ്ഞാനശക്തിയിലോട്ട് ഇയാൾ പോകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പോകാത്തേ? അയാളുടെ ജാതകത്തിൽ വ്യാഴശുക്രന്മാർ ജനിച്ച സമയത്ത് നിൽക്കുന്ന മണ്ഡലം അവിടെയാണ്. മനസ്സിലായോ? ഒരു ജയലളിതയുടെ ഒരു ജാതകത്തിൽ ഇട്ടിരുന്നു. അവരുടെ ശുക്രനും വ്യാഴവും നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാവോ? അത്ര ബലവാനായിട്ടാണ്, പവറിലാണ് നിൽക്കുന്നത് അവിടെ ജനിച്ച സമയത്ത്. സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുകയാണ് ജനിച്ചപ്പോൾ. വേറൊരാളുടെ ജാതകം എടുത്ത് നോക്കിയപ്പോൾ മേടൻ രാശിയിൽ നിൽക്കുകയാണ് സൂര്യൻ. സൂര്യൻ ആരാണ്? ജ്ഞാനശക്തിയാണ്, കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ശക്തി. വ്യാഴം ഇവിടെ നിൽക്കും. നിങ്ങളുടെ ജാതകത്തിൽ ആർക്കെങ്കിലും വ്യാഴം എന്ന് പറയുന്ന ആള്, ഗുരു വ്യാഴം ഇവിടെ നിൽക്കുമ്പോൾ ജനിച്ചവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ കാണത്തില്ല ഈ വീഡിയോ,
കാരണം അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് ലഗ്നം ദാ ഇവിടെ വരിക, അല്ലെങ്കിൽ ഇതാ ഇവിടെ വരിക, ഈ രണ്ട് ഭാഗങ്ങളിൽ നിങ്ങളുടെ ലഗ്നം വരിക എന്ന് വിചാരിച്ചു. അതുപോലെ നിങ്ങളുടെ ലഗ്നം ഇവിടെ വരിക, അല്ലെങ്കിൽ ദാ ഇവിടെ വരിക എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകപ്രകാരം ലഗ്നം ഇവിടെ വരിക, അതുപോലെ നിങ്ങളുടെ ലഗ്നം ഇവിടെ വരിക, ഇവിടെ തന്നെ വരിക. ഇങ്ങനെ ഓരോ ഭാവങ്ങളിൽ നിങ്ങളുടെ ജാതകപ്രകാരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ലഗ്നം വരികയും ഇവിടെ വ്യാഴം വരികയൊക്കെ ചെയ്തു നോക്കിക്കോ, നിങ്ങൾ ഒരിക്കലും ജ്യോതിഷ ചാനൽ കാണേണ്ടതായിട്ട് വരത്തില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമുക്ക് നമ്മുടെ ജാതകപ്രകാരം ഓരോ സ്ഥിതികൾ, ഗ്രഹത്തിലെ സ്ഥിതികൾ കാരണമാണ് നമുക്ക് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധികളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേരുടെ കാര്യം പറഞ്ഞു. ഇത്രയും പേരുടെ കാര്യം പറയാൻ ഏകദേശം 1 മണിക്കൂറായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തതായിട്ട് സൂര്യൻ ചിങ്ങമാസത്തിലെ ഫലം പറയുവാണ്. ഇവിടെ ആരൊക്കെയാണ് വരുന്നത്? മകം, പൂര, ഉത്തരത്തിൽ കാലുകാർക്ക് നിങ്ങൾക്ക് നിലവിൽ ഉള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ നിങ്ങളുടെ അടുത്തോട്ട് വന്നതോടുകൂടി മകം, പൂര, ഉത്തരത്തിൽ കാലുകാർക്ക് അതിവിശേഷപ്പെട്ടിട്ടുള്ള ധനയോഗം ഉണ്ടാവുക, ഭാഗ്യം വർദ്ധിക്കുക, തൊഴിലിൽ പുരോഗതി ഉണ്ടാവുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് തൊഴിലാണ്, ഇപ്പം മകത്തിൽ വരുന്ന ഒരാൾ ഒരു കൃഷിപ്പണി ചെയ്യാനും വരാം, അല്ലെങ്കിൽ നിങ്ങളൊരു ചെരുപ്പ് കുത്തിയാകാം, അതല്ലെങ്കിൽ നിങ്ങളൊരു ജില്ലാ കളക്ടറാകാം, അല്ലെങ്കിൽ നിങ്ങളൊരു പോലീസ് ഓഫീസറാകാം, അല്ലെങ്കിൽ നിങ്ങളൊരു അഡ്വക്കേറ്റ് ആകാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് അഡ്വക്കേറ്റുമാർക്ക് ഇന്ന ഗുണമുണ്ടാകുമെന്നും ഡോക്ടർമാർക്ക് ഒരു വിഭാഗക്കാർ ഇങ്ങനെ അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നോ, നമ്മൾ ഇപ്പം രേവതി നക്ഷത്രം വരുന്ന ആൾ പൂജാരിയായിട്ട് ജോലി ചെയ്യുന്നു, വേറൊരാൾ ആ സമയത്ത് വേറൊരു ജോലിയായിട്ടായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കർമ്മ മേഖല എന്താണ്, ഗ്രന്ഥകാരനാകാം, സാഹിത്യകാരനാകാം, ഒരു ജേർണലിസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ ആകാം. നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നുള്ള ഭാവത്തിലല്ല, നിങ്ങൾക്ക് അവിടെ പുരോഗതി വരാൻ പോകുന്നു, കർമ്മ മേഖല പുഷ്ടിപ്പെടാൻ പോകുന്നു. എന്തുകൊണ്ട്? ചിങ്ങമാസത്തിൽ ഒരിക്കലേ സൂര്യൻ ഇവിടെ വരത്തുള്ളൂ. നിങ്ങൾക്ക് മകം, പൂര, ഉത്തരത്തിൽ കാലുകാരുടെ ചന്ദ്രരത്നാധിപനായിട്ടുള്ള സൂര്യൻ നിങ്ങൾക്ക് ചിങ്ങത്തിൽ നിന്നും ചിങ്ങം 30-ാം തീയതി പടിയിറങ്ങിക്കഴിഞ്ഞാൽ, ചിങ്ങം 30-ാം തീയതി മുതൽ പടിയിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനസ്ഥാനത്തേക്ക് മാറും, കുടുംബസ്ഥാനത്തേക്ക് മാറും, ഗൃഹസ്ഥാനത്തേക്ക് മാറും, മനസ്ഥാനത്തേക്ക് മാറും, ശത്രുസ്ഥാനത്തേക്ക് മാറും, ഭാര്യാസ്ഥാനത്തേക്ക് മാറും, ആയുസ്ഥാനത്തേക്ക് മാറും, ഭാഗ്യസ്ഥാനത്തേക്ക് മാറും, നിങ്ങൾക്ക് കർമ്മസ്ഥാനത്തേക്ക് മാറും, ലാഭസ്ഥാനത്തേക്ക് മാറും, നഷ്ടസ്ഥാനത്തേക്ക് മാറും. ഒരു വർഷത്തിൽ ഒരു തവണ ഇത്രയും ഭാഗങ്ങളിലൂടെ സൂര്യൻ സഞ്ചരിക്കും. അതുകൊണ്ടാണ് 330 മാസം. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം. ചിങ്ങം മാസം 1-ാം തീയതി ആകുമ്പോൾ സൂര്യൻ ഇവിടെ വരും. നിങ്ങൾ കന്നിമാസം 1-ാം തീയതി എടുത്ത് നോക്കിക്കോ, 2-ാം തീയതി കലണ്ടറിൽ എടുത്ത് നോക്കാമെങ്കിൽ ര എന്നത് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കും. ഇപ്പം ര ഇവിടെ ഉള്ളത്. ഞാനിപ്പോൾ ചിങ്ങമാസത്തിലെ ഫലം പറയുന്നതുകൊണ്ടാണ് സൂര്യനെ എടുത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. രവി, നിങ്ങളുടെ ജാതകത്തിൽ എന്ന് കാണും. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ ഏത് മാസത്തിലാണ് ജനിച്ചതെന്ന് അറിയണമെങ്കിൽ എവിടെ നിൽക്കുക എന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ജനിച്ചത് മീനക്കൂറിലാണ് ജനിച്ചത്, മീനമാസത്തിലാണ് ജനിച്ചത്. നിങ്ങളുടെ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ വൃശ്ചിക മാസത്തിലാണ് ജനിച്ചത്. നിങ്ങളുടെ ഇവിടെ നിൽക്കുന്നെങ്കിൽ മിഥുനത്തിലാണ് ജനിച്ചത്. നിങ്ങളുടെ ചന്ദ്രൻ എവിടെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ മേടക്കൂറുകാരനാണ്. നിങ്ങൾക്കൊന്നും അറിയേണ്ട കാര്യമില്ല. സത്യത്തിൽ ജാതകത്തിൽ ഞങ്ങൾക്ക് ഈ ഗ്രഹനില കാണുമ്പോൾ ഏത് വർഷമാണെന്ന് പറയാൻ പറ്റും. ഒരാളോട് പറഞ്ഞിട്ടുണ്ട് ജാതകത്തിലെ ജനനസമയം കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്ന്. വെറുതെ പറയുന്നതാണ്. ഒരു ജാതകം ഒരാളുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് സമയത്താണ് ജനിച്ചതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കാണിച്ചു തരാം. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമൊന്നും തരണ കാര്യമില്ല. ഗ്രഹനില മാത്രം തന്നാൽ മതി. വർഷം ഏതാണെന്നും മാസം ഏതാണെന്നും തീയതി ഏതാണെന്നും നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ വർഷത്തിലെ ഗ്രഹസ്ഥിതി ഇതാ. ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെ ലഗ്നം വരുവാണെങ്കിൽ നമ്മൾ നോക്കും ഈ സമയത്ത് വ്യാഴം ഈ മിഥുനത്തിൽ വരണമെങ്കിൽ വ്യാഴം ഈ മിഥുനത്തിൽ വരണമെങ്കിൽ ഏത് വർഷമായിരിക്കണം എന്ന് ചോദിക്കാൻ. ഇപ്പം നമ്മൾ പറയുക 2025 നിൽക്കുന്നത്. 2025 ജൂൺ, ജൂലൈ ആയിക്കോട്ടെ, ആഗസ്റ്റ് മാസത്തിൽ വ്യാഴം ദാ ഇവിടെ നിൽക്കുന്നു. 2013 ആളിവിടെ നിൽക്കുന്നു, ഇവിടെ വരും. 2013 വ്യാഴം ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ അപ്പോഴത്തെ മറ്റ് ഗ്രഹങ്ങളുടെ ശനിയുടെ സ്ഥിതി വേറെ ആയിരിക്കും. അപ്പോൾ ഒരു 5 വർഷം മുമ്പ് പുറകോട്ട് നമ്മൾ 2020 വ്യാഴം ദാ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. വ്യാഴം 2020 വ്യാഴം എവിടെ ആയിരിക്കും ഇവിടെ നിൽക്കുന്നത്? ഇവിടെ ആയിരിക്കും. നിങ്ങൾ 2020 ജനിച്ച നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജാതകം എടുത്ത് നോക്കിക്കോ, ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. ശനി എവിടെ നിൽക്കുന്നത്? ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഓരോരോ ഗ്രഹങ്ങളുടെ കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരാളുടെ ജാതകം ഇങ്ങോട്ട് തരുവാണെങ്കിൽ നിങ്ങൾ ഏത് സ്ഫുടമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രൻ എവിടെ നിൽക്കാമെന്ന് പറയാൻ പറ്റും. ഇപ്പം അതിലോട്ട് നമ്മൾ പോകുന്നില്ല. പിന്നെയും നമ്മുടെ സമയം പോകും. അപ്പോൾ സൂര്യൻ നിങ്ങൾക്ക് ജന്മത്തിൽ ഒരു പ്രാവശ്യമേ എവിടെ വരുന്നുള്ളൂ?
നിങ്ങളുടെ സ്വക്ഷേത്രത്തിൽ മകം പൂര ഉത്തരത്തിൽ കാലുകാരുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള സൂര്യൻ 30-ാം തീയതി പടി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനസ്ഥാനത്ത്, കുടുംബസ്ഥാനത്ത്, ഗൃഹസ്ഥാനത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജന്മത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് ഒരു വർഷത്തിലൊരിക്കൽ. സൂര്യനാണല്ലോ നേരത്തെ പറഞ്ഞ ജ്ഞാനശക്തിയുടെ ആള്. ഈ പറയുന്ന എല്ലാ ഗ്രഹങ്ങൾക്കും ശക്തി കൊടുക്കുന്ന ആള്, ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങൾക്കും മരങ്ങൾക്കുൾപ്പെടെ ഊർജം കൊടുക്കുന്ന വ്യക്തി ആര്? സൂര്യൻ. ഈ സൂര്യൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എവിടോട്ട് നോക്കുന്നു? 7-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. 7-ാം ഭാവം കൊണ്ട് കളത്രപുത്ര സൗഭാഗ്യം, മംഗളാദി കാര്യങ്ങൾ നടക്കുക, രോഗാശ്രതകൾ വിട്ടൊഴിഞ്ഞു മാറുക, ധനപുരോഗതി ഉണ്ടാവുക, ഐശ്വര്യം ഉണ്ടാവുക, മംഗളം, വിവാഹം നടക്കുക, അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും വർദ്ധിക്കുക, കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാവുക, സർവ്വ ഐശ്വര്യം ഉണ്ടാവുക. ഇനി എൻ്റെ ഇടയ്ക്ക് വിദ്യാർത്ഥികൾക്ക് ഇന്ന ഫലം, വിദേശത്ത് പോകുന്നവർക്ക് വേറൊരു ഫലം, വക്കീലിന് വേറൊരു ഫലം, പോലീസിന് വേറൊരു ഫലം എന്ന് പറയേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഫലങ്ങൾ പറയുന്ന വീഡിയോയിലോട്ട് നമ്മൾ പോകാത്തതും. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. ചുമ്മാ താഴോട്ട് നോക്കിക്കൊണ്ട് വർത്തമാനം പറയാനേ പറ്റത്തുള്ളൂ. അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണടച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് നോക്കി പറയാം. ചിങ്ങക്കൂറുകാർക്ക് സൂര്യനും കേതുവും ജന്മത്തിൽ സഞ്ചരിക്കുന്നു. 2-ാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്ത് 4-ാം ഭാവാധിപനും കർമാധിപനുമായിട്ടുള്ള ഭാഗ്യാധിപനും 4-ാം ഭാവാധിപനും അതുപോലെ തന്നെ കർമാധിപനുമായിട്ടുള്ള ചൊവ്വ നിങ്ങൾക്ക് ധനസ്ഥാനം സഞ്ചരിക്കുന്നു. നിങ്ങൾക്ക് തുലാത്തിൽ ആരുമില്ല, 3, 4 ആരുമില്ല, 5, 6 ആരുമില്ല. നിങ്ങൾക്ക് 7-ാം ഭാവത്തിൽ ആര് നിൽക്കുന്നു? രാഹു നിൽക്കുന്നു. നിങ്ങൾക്ക് അഷ്ടമത്തിൽ ആര് നിൽക്കുന്നു? ശനി നിൽക്കുന്നു. 9, 10 ആരുമില്ല. നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് ആര് നിൽക്കുന്നു? വ്യാഴശുക്രന്മാർ നിൽക്കുന്നു. 12 ആര് നിൽക്കുന്നു? ബുധൻ നിൽക്കുന്നു. കണ്ടോ? എനിക്ക് ഇങ്ങോട്ട് നോക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. പക്ഷേ ഇത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഇനി ആരുടെ വേണേലും പറഞ്ഞു, കണ്ണടച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഇത് എൻ്റെ കഴിവെന്നല്ല പറയുന്നത്, ഇത് സ്ഥിരമായിട്ട് ഇത് തന്നെ കൈകാര്യം ചെയ്യുന്നത്. മീനക്കൂറുകാർക്ക് ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്നു, 12-ൽ രാഹു സഞ്ചരിക്കുന്നു, 4-ാം ഭാവമായിട്ടുള്ള ഗൃഹം വാഹന സ്ഥാനത്ത് വ്യാഴശുക്രന്മാർ സഞ്ചരിക്കുന്നു, 5-ാം ഭാവത്തിൽ മനസ്സിന്റെ സ്ഥാനത്ത് ബുധൻ സഞ്ചരിക്കുന്നു, 6 ശത്രുസ്ഥാനത്ത് രോഗസ്ഥാനത്ത് സൂര്യനും കേതുവും സഞ്ചരിക്കുന്നു, 7-ൽ ചൊവ്വ സഞ്ചരിക്കുന്നു, 8, 9, 10, 11 ഭാവങ്ങളിൽ ആരുമില്ല. കണ്ടോ? ഇങ്ങനെ ഓരോരുത്തരുടെയും നമുക്ക് പറയാൻ സാധിക്കും. അപ്പം ഒരാൾ എന്നോട് വിളിക്കുക, എൻ്റെ നക്ഷത്രം വിശാഖമാണ്. അപ്പം നിങ്ങൾ ഏത് കൂറാണ്? അത് ഞാൻ വൃശ്ചിക കൂറാണ്. അപ്പം നിങ്ങൾക്ക് അഷ്ടമത്തിൽ വ്യാഴമാണ്. അപ്പം നിങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞു വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇച്ചിരി കഷ്ടകാലമാണെന്നും ധനദുരിതമാണെന്നും പ്രയാസമാണെന്നും നമുക്ക് മനസ്സിലായി. അതിനാൽ എന്ത് ചെയ്യണം? വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കിന് ഇയാൾ കേൾക്കത്തില്ലത്. അതങ്ങനെ ഇയാൾ ജാതകമൊന്നും നോക്കിയില്ല, എൻ്റെ സമയമൊന്നും നോക്കാതെ ഇയാൾ എങ്ങനെ പറയുന്നു പെട്ടെന്ന്? ഞങ്ങൾക്കറിയാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന അതിവിശേഷപ്പെട്ട ഗുണഫലങ്ങൾ വരുന്നു. ലാഭസ്ഥാനത്ത് ആര് സഞ്ചരിക്കുന്നു? നിങ്ങളുടെ കർമാധിപനായിട്ടുള്ള ശുക്രനും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യാധിപനായിട്ടുള്ള വ്യാഴവും കൂടി, നിങ്ങളുടെ ജാതകപ്രകാരം അഷ്ടമാധിപനും 5-ാം ഭാവം, നമ്മുടെ ചിങ്ങക്കൂറുകാരുടെ ഫലമാണല്ലോ പറയുന്നത്. ചിങ്ങക്കൂറുകാർക്ക് 5-ാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ടുള്ള വ്യാഴം വന്നിട്ട് ലാഭസ്ഥാനം സഞ്ചരിക്കുന്ന ഒരു സമയമായിരുന്നു. നിങ്ങൾക്ക് ദോഷമായിട്ടുള്ളത് കേതു ജന്മത്തിൽ സഞ്ചരിക്കുന്നത് വളരെയധികം ദോഷമാണ്. കേതു ജന്മത്തിൽ സഞ്ചരിക്കുക എന്ന് വെച്ചാൽ സൂര്യനോടും കൂടി യോഗം ചേർന്ന് വരുമ്പോഴത്തേക്കിന് ഇച്ചിരി കാഠിന്യം വർദ്ധിക്കും. അപ്പം വീട്ടിൽ കലഹങ്ങളുണ്ടാകുന്നതിന്, രോഗങ്ങൾ നേരത്തെ വന്ന് സൂര്യൻ്റെ അനുഭവം കൊണ്ട് രോഗങ്ങൾ മാറുന്നുണ്ടെങ്കിൽ പോലും കേതുവിൻ്റെ സ്ഥിതി കുറച്ച് വഷളാണ്. അപ്പോൾ ഗൃഹത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ആ മാസം ഒരു ഗണപതി ഹോമവും ഒരു ശിവപൂജയും കൂടി വീട്ടിൽ നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക ചിങ്ങമാസത്തിൽ. അതിന് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ളൊരു അമ്പലത്തിൽ പോയിട്ട് ഒരു ഗണപതി ഹോമം ചെയ്യണം, ഒരു ശിവപൂജ ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അമ്മയുടെ കുടുംബക്ഷേത്രത്തിലോ ഭാര്യയുടെ കുടുംബക്ഷേത്രത്തിലോ നിങ്ങൾ നാഗദൈവങ്ങൾക്ക് ഒരു വഴിപാട് കാര്യമായിട്ട് അങ്ങോട്ട് നടത്തണം. ഈ മാസം ഇനി ഒന്നും ഇല്ലെങ്കിൽ പോലും അങ്ങ് നടത്തിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകപ്രകാരമുള്ള എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടുത്തതായിട്ട് നമ്മൾ കന്നിക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കന്നിക്കൂറുകാർ ആരൊക്കെയാണ്? ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, അരക്കാരുടെ ആദ്യ ഭാഗത്ത്, നിങ്ങൾ ഇപ്പോഴാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആദ്യ ഭാഗത്ത് നിങ്ങളുടെ ഈ അവസ്ഥകളെല്ലാം ഗ്രഹങ്ങളുടെ സ്ഥിതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ജന്മത്തിൽ നിങ്ങൾക്ക് 3-ാം ഭാവാധിപനും അഷ്ടമാധിപനുമായ ചൊവ്വ നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിലത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ചൊവ്വ നിങ്ങൾക്ക് 3-ാം ഭാവാധിപനും അഷ്ടമാധിപനുമായ ഗ്രഹം കുറച്ച് ദോഷഗ്രഹമാണ്. എങ്കിൽ പോലും ചൊവ്വ എന്ന് പറയുന്ന മംഗളകാരകൻ ആയതുകൊണ്ടും ഒറ്റയ്ക്ക് ചൊവ്വ നിൽക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് നല്ലതാണ്. അതാണ് അതിൻ്റെ
പവർ ഈ ചൊവ്വയുടെ കൂടെ വേറെ ആരെങ്കിലും ചേർന്ന് നിൽക്കുകയോ കേതുവിൻ്റെ ദൃഷ്ടി വരികയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് പ്രശ്നം യഥാർത്ഥ രീതിയിലുള്ള പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒന്ന് മിഠായി കവറിനകത്ത് പൊതിഞ്ഞേ ഫലം പറയത്തുള്ളൂ. എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനസികമായി ഡെസ്പാക്കി പോയാൽ അവരതിലേക്ക് വീണു പോകും. അതാണ് ജ്യോതിഷം. നിങ്ങളെ മാനസികമായി പ്രശ്നങ്ങളിലേക്ക് വീഴ്ത്താതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിന് പ്രതിവിധികൾ ചെയ്യണമെന്നുമാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥ സംഭവം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ജാതക പ്രകാരം ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിര അരക്കാർക്ക് ജന്മത്തിൽ ആര് നിൽക്കുന്നു? ചൊവ്വ നിൽക്കുന്നു. നിങ്ങൾക്ക് ആരാണ്? അഷ്ടമാധിപനാണ് ആര്? ചൊവ്വ. നിങ്ങൾക്ക് ആര് നോക്കുന്നു? 6ാം ഭാവാധിപനായിട്ടുള്ള ശനി നോക്കുന്നു. 6ാം ഭാവാധിപന്റെ അഷ്ടമാധിപൻ നിൽക്കുമ്പോൾ 6ാം ഭാവാധിപൻ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആയുഷിന് അപകടം വരേണ്ട സമയമാണ്. ഇതാണ് രാജാവിനോട് നേരത്തെ പറഞ്ഞ കഥ പറഞ്ഞത്. ആദ്യം കേട്ടവർ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. രാജാവിനോട് ഇതുപോലെ പറഞ്ഞു കൊടുത്തത്. എന്ന് പറഞ്ഞതുപോലെ ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരയും കന്നിക്കൂറുകാരോട് എനിക്കിപ്പോൾ പറയേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ആയുഷിന് അപകടമായി നിൽക്കുന്ന സമയമാണ്. പക്ഷെ എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയരുത്. സത്യത്തിൽ അതുണ്ട്, അവസ്ഥ അതുണ്ട്. അതിനാൽ അതിനുള്ള പ്രതിവിധികൾ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അഷ്ടമാധിപൻ ജന്മത്തിൽ സഞ്ചരിക്കുകയും 6ാം ഭാവാധിപനായിട്ടുള്ള ശനി നിങ്ങളെ നോക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുറിവ് ചതവുകൾ ഉണ്ടാവുക, തീപ്പൊള്ളൽ ഉണ്ടാവുക, ആപത്തുകൾ ഉണ്ടാവുക, വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവുക, ധനനഷ്ടങ്ങൾ ഉണ്ടാവുക, രോഗാരിഷ്ടതകൾ മൂർച്ഛിക്കുക, ധനനഷ്ടം, ആശുപത്രികളിൽ പോകേണ്ട അവസ്ഥ വരുന്ന ഇത്രയും അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ട്. മുൻപ് ചെയ്ത വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയുന്ന ആളല്ല. എന്താ പിന്നെ സത്യം പറയണ്ടേ തിരുമേനി ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയണം. പക്ഷേ പറയേണ്ട രീതിയിലേ പറയാവൂ എന്നുള്ള ശാസ്ത്ര വിഷയം കൂടെ ചേരുമ്പോൾ ശാസ്ത്രത്തെ നമുക്ക് തള്ളിക്കൊണ്ട് ശാസ്ത്ര വിഷയം പറയാനൊക്കത്തില്ലല്ലോ. ശാസ്ത്ര വിഷയത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ ഞങ്ങൾ അവതരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങളോട്? നിങ്ങൾക്ക് ഇപ്പം ഇച്ചിരി ദോഷ സമയമാണെന്നും നിങ്ങൾ ഇന്ന പോലെ ഒരു പ്രതിവിധികൾ ചെയ്യേണ്ട ഒരു സമയമാണെന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ട് 2-3 ഗ്രഹങ്ങൾ നിൽപ്പുണ്ടെന്നും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ജ്യോതിഷം നോക്കിയിട്ട് ഒരു ചെറിയ പ്രതിവിധികൾ പറയുവാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക. ഇനി ചെയ്യാൻ പറ്റാത്തൊരു വലിയ പൂജ അയാൾ പറഞ്ഞ് 50,000 ലക്ഷം രൂപയുടെ പൂജയാണ് പറഞ്ഞത്, ഉടനെ അത് കടം മേടിച്ച് ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ഒരു 41 ദിവസത്തേക്ക് ഒരു ജലധാരയും ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കഴിപ്പിച്ചാൽ മതി. സർവ്വദോഷം, പിതൃദോഷം ഉൾപ്പെടെയുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾ എഴുതി വെച്ചു. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ 41 ദിവസം ഒരു വഴിപാട് ചെയ്യണമെന്ന് പറയും. എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട ദോഷങ്ങളും കാണാത്തതുമായിട്ടുള്ള ദോഷങ്ങൾ എന്തുണ്ടോ ആ ദോഷങ്ങൾക്കെല്ലാം പ്രതിവിധിയാണ്. നിങ്ങൾ എഴുതി വെച്ചു. അതിനെ 41 മണ്ഡലകാലം. ഒരു മണ്ഡലകാലം നിങ്ങൾ ശിവനെ പൂജിച്ച ഒരു മനുഷ്യനാണോ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടത്തില്ല. നിങ്ങൾക്ക് എവിടെയും ഭഗവാൻ രക്ഷയ്ക്കെത്തും. ഞാൻ പറയുകയാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി പറയുകയല്ല. ജ്യോതിഷക്കാരനായ ജ്യോതിഷം നിങ്ങളോട് പറയുന്നു. ജ്യോതിഷ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യം പറയുന്നു. എനിക്ക് യാതൊരു പ്രാധാന്യവുമില്ല. കാരണം ഈ ജ്യോതിഷം കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ശാസ്ത്രത്തെ എടുത്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ എനിക്കെന്ത് മഹത്വം? ഒരു മഹത്വവും ഇല്ല. ഇപ്പോൾ ഉള്ള കാര്യം എന്താണോ അത് നിങ്ങളോട് കൃത്യമായി പറയുന്നു. ഇങ്ങനെയാണ് അവസ്ഥ നിങ്ങളോട് പറയേണ്ടത്. ഇങ്ങനെ പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പം ഇനി തട്ടാത്തവനും എവിടെയെങ്കിലും പോയി അങ്ങ് തട്ടിക്കളയും. അങ്ങനെ വരാതിരിക്കാനും നിങ്ങൾക്ക് ആപത്തുകൾ ഉണ്ടാകാതിരിക്കാനും നിങ്ങളോട് ഈ ശാസ്ത്രത്തെ ഞാൻ കുറച്ച് പൊതിഞ്ഞിട്ട് പറയുകയും നിങ്ങൾക്കുള്ള പ്രതിവിധികൾ പറയുന്നതെല്ലാം നിങ്ങൾ ചെയ്യുകയും വേണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സരസ്വതി ദേവി അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. നിങ്ങൾ എപ്പോഴും ബുധന്റെ പുറകെ സഞ്ചരിക്കുക. ബുധൻ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട്. ബുധൻ ഇപ്പോൾ നിങ്ങൾക്ക് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. ഇനി ലാഭസ്ഥാനത്തേക്ക് ആര് വരുന്നു? ശുക്രനും വരുന്നു. നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് ആര് സഞ്ചരിക്കുന്നു? വ്യാഴം സഞ്ചരിക്കുന്നു. എത്ര അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചൊവ്വയുടെയും ശനിയുടെയും ഒരു സ്ഥിതി കൂടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആപത്ത് ഇപ്പുറത്ത് എപ്പോഴുണ്ടെന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പം ഈ ആപത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയുടെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ മൃത്യുഞ്ജയ ഹോമം ചെയ്യുക. വള്ളി, മൊട്ട്, എള്ള്, പാല്, പാൽപ്പായസം വരുന്ന വള്ളി, മൊട്ട്, കറുക, എള്ള്, പാല്, പാൽപ്പായസം എന്ന് പറയും. ഇങ്ങനെയുള്ള വള്ളി എന്ന് വെച്ചാൽ എന്താ? അമൃത്, പേരാലിൻ്റെ മൊട്ട്, കറുക, പാല്, പാൽപ്പായസം, നെയ്യ് ഇതെല്ലാം ചേർത്തുകൊണ്ട് എന്ത് നടത്തണം? മൃത്യുഞ്ജയ ഹോമം ചെയ്യുക. അല്ലെങ്കിൽ മൃത്യുഞ്ജയ അർച്ചന ചെയ്യുക. 41 ദിവസം ഒരു ശിവക്ഷേത്രത്തിൽ പോയി കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് റെസിപ്റ്റ് എഴുതി പോക്കറ്റ് വെച്ചുകൊണ്ട് വീട്ടിൽ പോയിരിക്കരുത്. 41 ദിവസം നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ വിദേശത്താണ്, നിങ്ങളുടെ ഭാര്യയെ പറഞ്ഞു വിട്ടോ, നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിട്ടോ, ഭഗവാന്റെ ജലധാര നടത്തിയിട്ട്
മൃത്യുഞ്ജയ അർച്ചന നടത്തിയിട്ട് അതിൻ്റെ പ്രസാദം വാങ്ങിക്കൊണ്ട് വന്നിട്ട് കട്ടളപ്പടിയിലൊന്ന് തൊട്ട് ബാക്കിയുള്ള പ്രസാദം ഒരു വെള്ളത്തിൽ ചാലിച്ച് വീട്ടിലെല്ലായിടവും കുടയുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. അപ്പോൾ ഉത്രത്തേൽ മുക്കാല് അത്തം ചിത്തിര വരുന്ന കന്നിക്കൂറുകാർക്ക് നിലവിൽ സെപ്റ്റംബർ മാസം 13-ാം തീയതി വരെ, ചിങ്ങമാസം 30-ാം തീയതി വരെ ഈ പറയുന്ന അഗ്നിമാരുത ദോഷം നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ മുൻപ് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടില്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ അവസ്ഥയാണ് അത് പറയാത്തത്. അങ്ങനെ വരുന്ന ഒരവസ്ഥ ഉള്ളത് കൊണ്ടും നിങ്ങൾ ഈ പറയുന്ന വഴിപാടുകൾ ചെയ്യുക. നിങ്ങൾക്ക് അഷ്ടമാധിപനായ ചൊവ്വ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ട് ആര് നിൽക്കുന്നു? ബുധൻ നിൽക്കുന്നു. ശുക്രൻ അനുകൂലമായിട്ട് വരാൻ പോകുന്നു. വ്യാഴം അവിടെ നിൽപ്പുണ്ട്, സർവേശ്വരകാരൻ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ആപത്തുകൾ ഈ പറയുന്ന അവസ്ഥകളെ കൊണ്ട് നിഷ്പ്രഭമായി പോകും. അപ്പം ആ നിഷ്പ്രഭമായ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് രോഗസ്ഥാനത്ത് രാഹു നിൽപ്പുണ്ട്. രോഗസ്ഥാനം അതുപോലെ തന്നെ ശത്രുസ്ഥാനത്ത് രാഹുവിൻ്റെ സ്ഥിതിയുള്ള ഒരു സമയമാണ് കന്നിക്കൂറുകാർക്ക്. അപ്പോൾ നിലവിലുള്ള അവസ്ഥ വെച്ചുകൊണ്ട് കുറച്ച് ആപത്തുകൾ ഉള്ള സമയമാണ് ചിങ്ങമാസം 30-ാം തീയതി വരെ, സെപ്റ്റംബർ മാസം 15 വരെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഭദ്രകാളി ദേവിക്കും മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ മൃത്യുഞ്ജയ അർച്ചന ചെയ്യുക. മൃത്യുഞ്ജയ ഹോമം എന്ന് പറയുന്നത് ഇച്ചിരി ചിലവ് വർദ്ധിക്കുന്ന ഒരു ഹോമമാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെയ്യണമെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് കുറയാതെ ഉള്ള ചിലവ് വരും. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അടുത്തതായിട്ട് നമ്മൾ തുലാക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. തുലാക്കൂറുകാർ ആദ്യമായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യം ഞാൻ ആദ്യം പറയാം. നിങ്ങൾക്ക് ഈ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ ജാതകപ്രകാരം ധനസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം 12-ലാണ് നിൽക്കുന്നത്. അതിന് ദോഷമാണ്. അതിനെക്കുറിച്ച് ആദ്യം രണ്ടാമത് പറയാം. നിങ്ങൾക്ക് ജാതകപ്രകാരം ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ശുക്രനും വ്യാഴവും സഞ്ചരിക്കുന്നു. ഭാഗ്യം ഉണ്ടാകുന്ന സ്ഥാനത്ത് ബുധനും ശുക്രനും സഞ്ചരിക്കുന്നതുകൊണ്ട് ഭാഗ്യം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചിത്തിരയും ചോതിയും വിശാഖത്തിൽ മുക്കാലിൻ്റെ അവസ്ഥ അതാണ്. നിങ്ങളുടെ അനുഭവം ചിലപ്പോൾ വേറെയാകാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദശാപഹാര കാലം, നിങ്ങളുടെ കർമ്മഫലം, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത. ചിലർ നാട്ടിലൊക്കെ നല്ല കുഴപ്പമൊന്നും ഇല്ലാതൊക്കെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട് നേരെ വിദേശത്തോട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് അറിയാൻ വയ്യാത്ത ബിസിനസ്സിലൊക്കെ ഇടപെട്ട് കുറച്ച് കാശൊക്കെ കുറച്ച് കളഞ്ഞിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ച് ഇതിനെ മേക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ആപത്തിലാകി മൊത്തം കടത്തിലായി നിൽക്കുന്ന ആള് ഇതിരുന്ന് കാണുമ്പോഴത്തേക്കിന് പിന്നെ ചിത്തിരക്കിപ്പം ഇതാന്ന് വേണേൽ പറയാം. നിങ്ങളുടെ അവസ്ഥ നല്ലതാണ്, പക്ഷെ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മം നിങ്ങൾക്ക് എതിരാണ്. ആ കർമ്മത്തെയാണ് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവസ്ഥ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇപ്പോൾ ഗോവിന്ദച്ചാമിക്ക് ഇയാളിപ്പം തുലാക്കൂറിൽപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇയാൾക്ക് ഇപ്പം നല്ല സമയമെന്ന് പറഞ്ഞാൽ അയാൾക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജയിലിൽ കിടക്കേണ്ട ഏകാന്തവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അതിൻ്റെ ഫലമല്ല പറയുന്നെങ്കിൽ പോലും കർമ്മഫലത്തെ അവിടെ നിൽക്കുമ്പോൾ കർമ്മഫലത്തെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അവസ്ഥ നല്ലതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറത്തു നിൽക്കുന്ന ആളുകളായിട്ടുള്ളവർ, ജയിലിലല്ലാത്ത ആളുകൾ, ഇനി മുന്നോട്ട് പുതിയ ആളുകൾക്ക് ഇങ്ങനെയുള്ള ആപത്തുകൾ സംഭവിക്കാതിരിക്കാനും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്കുണ്ടായ ജീവിതാനുഭവങ്ങൾ എന്താണ് അതിൽ കൊണ്ട് ഇനി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും കൂടെ ചേർത്താണ് ഇപ്പോൾ ഈ ജ്യോതിഷം പറയുന്നത്. ഇതുവരെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനി ആ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും, അതിനുള്ള പ്രതിവിധികളോട് ചേർത്താണ് നമ്മൾ ഫലം പറയുന്നത്. അപ്പോൾ ചിത്തിരയും ചോതിയും വിശാഖത്തിൽ മുക്കാൽ വരുന്ന തുലാക്കൂറുകാരൻ ആദ്യം മനസ്സിലാക്കുന്നു, എനിക്ക് ഭാഗ്യസ്ഥാനത്ത് എനിക്ക് ശുക്രനും വ്യാഴവും നിൽപ്പുണ്ട്. ശുക്രൻ ഇനി നമുക്ക് കർമ്മസ്ഥാനത്തേക്ക് വരുന്നു. നിങ്ങൾക്ക് കർമ്മസ്ഥാനത്തേക്ക് വരുന്നു. അത് തന്നെ ബുധൻ അവിടെ നിൽപ്പുണ്ട്. ആര്? ലാഭത്തിൻ്റെ അധിപനും ഭാഗ്യത്തിൻ്റെ അധിപനുമായ ബുധൻ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് ആര് സഞ്ചരിക്കുന്നു? സൂര്യൻ സഞ്ചരിക്കുന്നു. അവിടെ കേതു ഉണ്ട്. കേതു ഉള്ളത് കൊണ്ട് കുറച്ച് ദോഷമാണ്. പക്ഷെ സൂര്യൻ നിൽക്കുന്നത് വളരെയധികം നല്ലതാണ്. എത്രത്തോളം ഗുണഫലങ്ങൾ പറഞ്ഞു. തുലാക്കൂറുകാർക്ക് ഇത്രയും നല്ല ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന സമയമാണെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് കേതുവിൻ്റെ സ്ഥിതിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ്സുകളിൽ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ വർദ്ധിക്കുന്നതിനും അതുപോലെ ലാഭങ്ങളിൽ ചില കുറവുകൾ ഇവരെ കൊണ്ട് ദോഷങ്ങളെ കൊണ്ട് സംഭവിക്കാനും സാധ്യത നിൽപ്പുണ്ട്. രണ്ടാമത് നിങ്ങളുടെ ധനത്തിൻ്റെ അധിപനായിട്ടുള്ള ചൊവ്വ. തുലാക്കൂറുകാരുടെ ധനത്തിൻ്റെ അധിപൻ ആരാണ്? ചൊവ്വയാണ്. ചിത്തിരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർ എഴുതി വെക്കണം, എൻ്റെ ധനത്തിൻ്റെ അധിപതിയായ ചൊവ്വ എനിക്ക് 12-ാം സ്ഥാനത്ത് സഞ്ചരിക്കുകയാണ്. അപ്പം ചിത്തിരയും ചോദ്യം വിശാഖത്തിൽ മുക്കാൽ വരുന്ന ഒരു വിദേശത്തിരിക്കുന്ന ഒരു സുഹൃത്താണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾക്ക് ധനത്തിൻ്റെ അധിപതി 12 നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് ചിക്കിൽ വരാനുള്ള സമയമാണ്. പക്ഷേ നാട്ടിലിരുന്നുകൊണ്ട് ഇത് കാണുന്നതെങ്കിൽ കയ്യിലിരിക്കുന്ന കാശ് പോകാനുള്ള സമയമാണ്. കയ്യിലിരിക്കുന്ന ഭൂമിയൊക്കെ പണയം വെച്ചിരിക്കുന്ന വല്ലതും ഉണ്ടെന്ന് ഒരു ജപ്തിയൊക്കെ ആയി പോകാനുള്ള സമയമാണ്. ഞാൻ പറയാം ദോഷം രണ്ടാമത് പറയാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഭൂമി നഷ്ടം ഉണ്ടാകാൻ,
തൊഴിൽ നഷ്ടം വരാൻ, ധനനഷ്ടം ഉണ്ടാകാനൊക്കെയുള്ള ഒരു കാലം ഇവിടെ നിൽപ്പുണ്ട്. ആരെ കൊണ്ട്? ചൊവ്വയുടെ കൊണ്ട്. ചൊവ്വ നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്ന ആളല്ല. ചൊവ്വ ഇനി തിരിച്ചതാ ഇങ്ങോട്ട് വരാൻ പോവാ. ഇന്ന് സെപ്റ്റംബർ മാസം 30-ാം തീയതി, സോറി എഴുതി വെച്ചിട്ടുണ്ട്, ചൊവ്വ സെപ്റ്റംബർ 13-ാം തീയതി, ചിങ്ങമാസം 28-ാം തീയതിയോടുകൂടി, ചിങ്ങമാസം 28 മുതൽ നിങ്ങൾക്ക് ചൊവ്വ ഇങ്ങോട്ട് വരാൻ പോകുമ്പോൾ ധനത്തിന്റെ അധിപതിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു, അയ്യോ ചൊവ്വ ഇപ്പോൾ അവിടെ നിൽക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ചൊവ്വ നിങ്ങൾക്ക് ദോഷക്കാരനല്ല. ചൊവ്വ നിങ്ങൾക്ക് മംഗളദായകനും കൂടെ, ഐശ്വര്യത്തിന്റെ അധിപനും കൂടെ. ആര്? ചൊവ്വ. ഈ ഐശ്വര്യത്തിന്റെയും ധനത്തിന്റെ അധിപൻ പോയി ഇപ്പൊ 12 നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രയാസമാണ് എന്ന് മനസ്സിലാക്കണം. അല്ല, ചൊവ്വ നിങ്ങൾക്ക് ദോഷകാരകനല്ല ഒരു ഗ്രഹവും. കണ്ടിവിടെ നമ്മൾ എഴുതിയിരിക്കുന്നു, രാഹു സംഹാരശക്തിയാണ്, ശത്രുദോഷം, രോഗദുരിതങ്ങൾ, അതുപോലെ തന്നെ ശാപദോഷങ്ങൾ ഇല്ലാതാക്കുന്ന അതിഗ്രഹമാണ്. ആര്? രാഹു. അതിൻ്റെ അതിദേവൻ ആരാണ്? നാഗദൈവങ്ങളാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളൊരു അമ്പലത്തിൽ ചെന്ന് നോക്കിക്കോ, നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ ചെന്ന് നോക്കിക്കോ, 9 ഗ്രഹങ്ങളെ പോയി തൊഴുത് മാലയിട്ട് പ്രാർത്ഥിച്ച് അഭിഷേകവും പൂജയും ചെയ്തിട്ടല്ലേ വരുന്നത്. 9 പേരും ദൈവങ്ങളല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ പൂജകൾ ചെയ്യുന്നത്. അപ്പം എന്താ നമ്മൾ പറഞ്ഞു വന്നത്? തുലാക്കൂറുകാർക്ക് ചൊവ്വ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ദുരിതം സംഭവിക്കുമെങ്കിലും ഈ വരുന്ന സെപ്റ്റംബർ മാസം 29, ചിങ്ങമാസം 29, സെപ്റ്റംബർ 13-ാം തീയതിയോട് കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിൾ ഫലസിദ്ധിയിലോട്ട് കാര്യങ്ങൾ മാറാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഐശ്വര്യാധിപനും ധനത്തിൻ്റെ അധിപനുമായിട്ടുള്ള ആൾ ചൊവ്വ ഇങ്ങോട്ട് വരുമ്പോൾ, നേരത്തെ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും മുഖാന്തരം കുറച്ച് ഭൂമി നിങ്ങൾക്ക് എഴുതി കിട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭൂമി കിടക്കാടാൻ പോയതല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങളുടെ അമ്മ പറയുവാണ്, എൻ്റെ കയ്യിലുള്ള വസ്തു എൻ്റെ മോൻ്റെ പേരിലും എഴുതി വെച്ചേക്കാം, അല്ലെങ്കിൽ അമ്മായി പറയുവാണ് എൻ്റെ ഭൂസ്വത്തുക്കളെല്ലാം നിനക്ക് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞോ, ഭൂമിയിൽ നിന്നും അല്ലെ അവരുടെ പൈസ വിറ്റ് കുറച്ച് പൈസയൊക്കെയോ, അങ്ങനെ പല വിധത്തിൽ ഗുണങ്ങളുണ്ടാകും. ഇപ്പോഴല്ല, അടുത്തത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപാട് ഗുണഫലങ്ങൾ നിൽപ്പുണ്ട്. പക്ഷേ ഈ പറയുന്ന ചൊവ്വയുടെ സ്ഥിതിയും ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കേതുവിൻ്റെ സ്ഥിതി കൊണ്ടും ഉള്ള ദോഷങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗണപതി ഹോമം ചെയ്യുകയും നാഗദൈവ പ്രീതി വരുത്തുകയും ചെയ്തുകൊണ്ട് വഴിപാടുകൾ ചെയ്യുക. ചൊവ്വ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. ഭദ്രകാളി ദേവിക്ക് പൂജകൾ ചെയ്ത് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ചന്ദ്ര ലഗ്നാധിപൻ ശുക്രനായതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളും ഹിമകുന്ദ മൃണാളഭം എന്ന് തുടങ്ങുന്ന ഹിമകുന്ദ മൃണാളഭം ദൈത്യാനാം പരമഗുരും സർവശാസ്ത്ര പ്രവർത്തനം ഭാർഗവം പ്രണമാമ്യഹം എന്ന് പറയുന്ന സ്തോത്രങ്ങൾ ജപിക്കുക. ശുക്രന്റെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ശുക്രൻ ഇപ്പം നിങ്ങൾക്ക് എവിടെ നിൽക്കുന്നു എന്ന് ആദ്യം നിങ്ങൾ എഴുതി വെക്കണം. ശുക്രൻ ഇങ്ങോട്ട് മാറിയാൽ നിങ്ങൾ എന്ത് എഴുതി വെക്കണം? എനിക്ക് ചന്ദ്രലഗ്നപ്രകാരം കർമ്മസ്ഥാനത്തേക്ക് വരുന്നു. ഇപ്പോൾ ഭാഗ്യസ്ഥാനത്താക്കാണ്, ഇനിയിപ്പോൾ കർമ്മസ്ഥാനത്തേക്കാണ് മാറാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചിങ്ങത്തിലോട്ട് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിങ്ങം 29, സെപ്റ്റംബർ മാസം 29-ാം തീയതിയോടുകൂടി ശുക്രൻ ചിങ്ങത്തിലോട്ട് മാറുന്നുണ്ട്, ലാഭസ്ഥാനത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങളുടെ അതിഗ്രഹം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് ആളെങ്ങോട്ട് പോകുന്നു നോക്കിക്കൊണ്ടിരിക്കണം. 3, 6, 8, 12 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് എപ്പോഴും ഏത് ഗ്രഹമായാലും നമുക്ക് അനുകൂലത്തിൽ നിൽക്കുന്ന ഏത് ഗ്രഹമായാലും നമുക്ക് ദോഷമാണ്. നിങ്ങളുടെ ധനാധിപതി 12-ലാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവരുടെ തുലാക്കൂറുകാരുടെ ധനാധിപതിയായിട്ടുള്ള ചൊവ്വ 12-ല്. അടുത്തതായിട്ട് വൃശ്ചികക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയുന്നത്. വൃശ്ചികക്കൂറുകാരൻ്റെ ഫലസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം അനുകൂലമായിട്ട് ആര് നിൽക്കുന്നു എന്നതിനെ നോക്കിയിട്ടാണ് നമ്മൾ ഫലസിദ്ധി പറയാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ അനുകൂലമായിട്ട് നിൽക്കുന്ന സൂര്യനെയാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ബുധനെ കൊണ്ടും ഫലം പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജാതകപ്രകാരം വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും നക്ഷത്രക്കാരുടെ അതിദേവത എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചന്ദ്രലഗ്നാധിപനായിട്ടുള്ളത് ചൊവ്വയാണ്. ഈ ചൊവ്വ നിങ്ങൾക്ക് എവിടെ സഞ്ചരിക്കുന്നു? ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. നിങ്ങളുടെ അനുകൂലമായിട്ടുള്ള അവസ്ഥ ഇപ്പം പറയുന്നത്. അനുകൂലമായിട്ട് ചൊവ്വ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നു, സൂര്യൻ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. കർമാധിപതിയായിട്ടുള്ള സൂര്യൻ കർമ്മസ്ഥാനത്ത് തന്നെ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ ജാതകപ്രകാരം ഭാഗ്യസ്ഥാനത്ത് ബുധൻ സഞ്ചരിക്കുന്നു. ബുധൻ നിങ്ങൾക്ക് ആരാണ്? ലാഭത്തിൻ്റെ അധിപനും അഷ്ടമത്തിൻ്റെ അധിപനുമാണ്. അപ്പം ലാഭാധിപനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്തും കർമാധിപതിയായിട്ടുള്ള സൂര്യൻ അവിടെയും, അതുപോലെ തന്നെ നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപതിയായിട്ടുള്ള ആൾ ലാഭസ്ഥാനം സഞ്ചരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലാഭങ്ങൾ വർദ്ധിക്കുക, ഭൂമി യോഗം ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ഭൂമിയുമായും അഗ്നിയുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കെല്ലാം നേട്ടം ഉണ്ടാവുക. അതുപോലെ തന്നെ കർമ്മ പുരോഗതി ഉണ്ടാവുക, തൊഴിലുണ്ടാവുക. മിലിറ്ററി സർക്കാർ ജോലിക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിൻ്റെ എല്ലാം ഗുണം ഉണ്ടാവുക. ഭാഗ്യ അനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്ന
ഒരു അവസ്ഥയാണ് വൃശ്ചികക്കൂറുകാർക്ക് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ദോഷമായിട്ട് കാണിക്കുന്നത് ആരാണ്? നിങ്ങൾക്ക് 4ാം ഭാവമായിട്ടുള്ള ഗൃഹം വാഹന സ്ഥാനത്ത് രാഹുവിന്റെ സ്ഥിതി ഉള്ളത് നമുക്ക് എപ്പോഴും നല്ലതല്ല. പക്ഷെ അവിടേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് 4ാം ഭാവത്തിലേക്ക് നിങ്ങൾക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ 12ാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. ആർക്ക്? വൃശ്ചികക്കൂറുകാർക്ക്. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം ഇപ്പോൾ ധനത്തിന്റെ അധിപനായിട്ടുള്ള ആൾ അഷ്ടമ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ദോഷം കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ശുക്രന്റെ രാശിമാറ്റങ്ങൾ വരാൻ പോകുന്നത് കൊണ്ട് മുന്നോട്ടുള്ള 3 മാസം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ പോവുകയാണ്. ചിങ്ങമാസം 4ാം തീയതി തൊട്ട് വൃശ്ചികക്കൂറുകാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തിന്റെ അഷ്ടമത്തിലെ സ്ഥിതികൾ കൊണ്ട് നിങ്ങൾ വൈഷ്ണവ പ്രീതികരമായിട്ടുള്ള എല്ലാ വഴിപാടുകളും ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ രാഹുകേതുക്കളുടെ ദോഷം വിട്ടൊഴിഞ്ഞു മാറാൻ ഗണപതി ഹോമം ചെയ്യുക. നാഗദൈവ പ്രീതി വരുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാകുക തന്നെ ചെയ്യും. അടുത്തതായിട്ട് ധനുക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. ധനുക്കൂറുകാർക്ക് നിലവിൽ കണ്ടകശിനി 4ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കണ്ടകശിനി ആണ് അവർക്ക് ഏകദേശം ഇനി ഒരു 2-2.25 വർഷത്തോളം ഇനിയും കണ്ടകശിനി നിലവിലുണ്ട്. ശനി നിങ്ങൾക്ക് ആരാണ്? ധനത്തിന്റെ അധിപനും 3ാം ഭാവത്തിന്റെ അധിപനുമാണ്. 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത് കൊണ്ട് ഈ വലിയ ദോഷം ബാധിക്കാത്ത ഒരു ഗ്രഹസ്ഥിതിക്കാരാണ് മൂലം പൂരാട ഉത്രാടത്തിൽ കാലുകാര്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ വ്യാഴം 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഐശ്വര്യസ്ഥാനത്താണ് നിൽക്കുന്നത്. ഭാര്യാസ്ഥാനത്തുമാണ് ആര് നിൽക്കുന്നത്? ശുക്രനും വ്യാഴവും നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കർമ്മസ്ഥാനത്ത് ആര് നിൽക്കുന്നു? 5ാം ഭാവാധിപത്യവും 12ാം ഭാവാധിപത്യവും വഹിച്ച ആൾ ചൊവ്വ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. ഭാഗ്യസ്ഥാനത്തേക്ക് സൂര്യൻ വരുന്നു ചിങ്ങമാസത്തോടുകൂടി. അപ്പോൾ പൊതുവിലുള്ള ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ട് ശനി നിങ്ങൾക്ക് ദോഷം ഉണ്ടെങ്കിലും ശനി ദോഷം നിങ്ങളെ ബാധിക്കുന്നില്ല. വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിനെ കൊണ്ടും 3ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ വിശേഷ ഫലമായിട്ട് കുടുംബത്തിൽ ദുരിതങ്ങളും വിഷമതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുക. കർമ്മരംഗത്ത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടുക. പക്ഷേ സൂര്യന്റെ വരവോടുകൂടി ആ കർമ്മരംഗത്ത് നിൽക്കുന്ന തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 4ാം ഭാവം കുടുംബസ്ഥാനം, മാതാവിന്റെ അമ്മയുടെ കുടുംബസ്ഥാനത്ത് ഗണപതി നാഗദൈവങ്ങൾക്ക് പ്രീതികരമായിട്ട് പൂജകൾ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലികൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഗണപതി ഹോമം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയ്ക്ക് ഭദ്രകാളി ദേവിക്ക് പൂജകൾ ചെയ്യുക. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് എല്ലാ മാസത്തിലൊരിക്കൽ വിഷ്ണുവിന് പൂജകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മഹാവിഷ്ണുവിന് പൂജകൾ നടത്തി പ്രാർത്ഥിക്കുക. അപ്പം വൃശ്ചികക്കൂറുകാരുടെ ഫലസിദ്ധി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പല ദോഷങ്ങളും പറഞ്ഞു, ഫലസിദ്ധിയും പറഞ്ഞു. അനുകൂലമായിട്ട് ആര് നിൽക്കുന്നു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ അനുകൂല ഭാവം എവിടെയാണ്? കർമ്മസ്ഥാനം. കർമ്മം നിങ്ങളുടെ ജോലിയിലേക്ക് നോക്കിയാൽ മതി, നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ കർമ്മഭാഗത്ത് ഗുണങ്ങൾ ഉണ്ടാകുമെന്നും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ദോഷങ്ങൾ മാറുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള വഴിപാടുകളാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ധനുക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയുന്നത്. ധനുക്കൂറുകാർക്ക് നിലവിലത്തെ സ്ഥിതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 5ാം ഭാവാധിപനായിട്ടുള്ള മനസ്സിന്റെയും സന്താനത്തിന്റെ അധിപതിയായിട്ടുള്ള ചൊവ്വ നിങ്ങൾക്ക് എവിടെ നിൽക്കുന്നു? കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. അത് വളരെയധികം നല്ലതാണ്. വ്യാഴത്തിന്റെ സ്ഥിതി ഇവിടെ വരുന്നു. അത് വളരെയധികം നല്ലതാണ്. ശുക്രനും വ്യാഴവും നിൽക്കുന്നത് നല്ലതാണ്. ധനുക്കൂറുകാർക്ക് ശനി 4ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ചൊവ്വ നിൽക്കുന്നു. നമ്മൾ ധനുക്കൂറിന്റെ ഫലമാണ് നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? അപ്പം വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. അപ്പം ധനുക്കൂറുകാർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യസ്ഥാനത്ത് സൂര്യനും വ്യാഴശുക്രന്മാർ അനുകൂലമായിട്ട് നിൽക്കുന്ന അവസ്ഥയായതുകൊണ്ട് കർമ്മപുരോഗതി ഉണ്ടാകുന്നതിനും ഐശ്വര്യം ഉണ്ടാകുന്നതിനും അതിവിശേഷപ്പെട്ട ഗുണമാണെന്നും അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഈ പറയുന്ന പോലുള്ള വഴിപാടുകൾ ചെയ്യുക. ധനുക്കൂറുകാർക്ക് ധനുക്കൂറ് വരുന്ന മൂലം പൂരാട ഉത്രാടത്തിൽ കാലുകാർക്ക് കണ്ടകശിനി ഉണ്ട് എങ്കിലും വ്യാഴത്തിന്റെ സ്ഥിതികളുമുണ്ട്. അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക. ശിവക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലികൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചൊവ്വ നിങ്ങൾക്ക് കർമ്മസ്ഥാനത്ത് നിൽക്കൊണ്ട് കർമ്മസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഭദ്രകാളി ദേവിക്ക് വഴിപാടുകൾ ചെയ്യുക. നീലാഞ്ജനം വിളക്ക് ചെയ്യുക. അടുത്തതായിട്ട് മകരക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയുന്നത്. മകരക്കൂറുകാർക്ക് നിലവിലത്തെ അവസ്ഥ വെച്ചുകൊണ്ട് വ്യാഴം നിങ്ങൾക്ക് 6ാം ഭാവത്തിലും ശുക്രന് 6ാം ഭാവത്തിൽ പോവുകയാണ്. പക്ഷേ ഈ സ്ഥിതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ആരാ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനത്ത് ആര് നിൽപ്പുണ്ട്? ലാഭാധിപനും 4ാം ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വ നമുക്ക് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്നു മകരക്കൂറുകാർക്ക്. അതുപോലെ തന്നെ ശനി 3ാം ഭാവത്തിൽ നിൽക്കുന്നു. വ്യാഴശുക്രന്മാർ 6ാം ഭാവത്തിൽ നിൽക്കുന്നെങ്കിലും ശുക്രന്റെ വരവ് ഈ വരുന്ന ചിങ്ങമാസം ആഗസ്റ്റ് 30 ചിങ്ങമാസം 4ാം തീയതിയോടുകൂടി ശുക്രൻ കർക്കിടകത്തിലേക്ക് മാറുകയാണ്. ശുക്രൻ 4ാം തീയതി ശുക്രന്റെ വരവോടുകൂടി നിങ്ങൾക്ക് ചിങ്ങമാസം വളരെയധികം ഗുണകരമായിട്ടും വളരെ ഐശ്വര്യപ്രദമായിട്ടും ധനപുരോഗതിയും ഐശ്വര്യവും ഭാഗ്യവും വർദ്ധിക്കുന്ന ഒരു സമയമായിട്ടും മകരക്കൂറുകാർക്ക് കാണിക്കുന്നുണ്ട്.
ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് അനുകൂലമായിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് ദോഷമായിട്ടുള്ളത് ഇപ്പോൾ വ്യാഴമാണ് ഈ വർഷത്തെ ദോഷഫലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ വൈഷ്ണവ പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക, ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക, ഹനുമാൻ സ്വാമിക്ക് പൂജകൾ ചെയ്യുക, അതുപോലെ തന്നെ ശിവഭഗവാന് വഴിപാടുകൾ ചെയ്യുക, ഗണപതി ഹോമം ചെയ്യുക. ഇങ്ങനെയുള്ള വഴിപാടുകൾ ഈ പ്രാവശ്യം ചെയ്ത് പ്രാർത്ഥനകൾ ചെയ്താൽ വളരെയധികം ഉത്തമമായിരിക്കും മകരക്കൂറുകാർക്ക്. അടുത്തായിട്ട് കുംഭക്കൂറുകാർക്ക് ജന്മത്തിൽ രാഹു നിൽക്കുന്നുണ്ട്, 5ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതിയുണ്ട്. അപ്പം ഗുണകരമായിട്ട് കാണിക്കുന്ന ആരൊക്കെയാണ്? അവിട്ടത്തിന്റെ അതിരെയും ചതയം പൂരട്ടാതി മുക്കാല് വരുന്നവർക്ക് വ്യാഴം വളരെയധികം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൂടാതെ സൂര്യൻ ഇങ്ങോട്ട് വന്നതോടുകൂടി രാഹുകേതുക്കളുടെ ഒരു ദോഷമുണ്ടായിരുന്ന ഒരു അവസ്ഥ ഇവർക്കുണ്ട്. ആർക്കാ? മകം പൂര ഉത്തരത്തിൽ കാലുകാർക്കും അവിട്ടത്തിന്റെ അരയും ചതയം പൂരട്ടാതി മുക്കാലുകാർക്കും ഉണ്ടായിരിക്കുന്ന ഒരു ദോഷം ഇപ്പോൾ മാറാൻ പോകുന്ന ഒരു സമയമാണ്. അനുകൂലമായിട്ട് സൂര്യന്റെ സ്ഥിതിയുണ്ട്. ശുക്രൻ നിങ്ങൾക്ക് 6ാം ഭാവത്തിലേക്ക് മറയുവാണ്. അതിച്ചിരി ദോഷമാണ്. എങ്കിലും അത് കഴിഞ്ഞാൽ ശുക്രൻ വീണ്ടും നമുക്ക് ഇങ്ങോട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല. ശുക്രൻ ചിങ്ങത്തിലോട്ട് വരുന്നുണ്ട്. സെപ്റ്റംബർ മാസം മുതൽ, സെപ്റ്റംബർ മാസം 29-ാം തീയതിയോടുകൂടി, ചിങ്ങമാസം 29-ാം തീയതിയോടുകൂടി ശുക്രൻ ഇങ്ങോട്ട് മാറുന്നുണ്ട്. അത് വളരെയധികം അനുകൂലമാണ്. അപ്പം കുംഭക്കൂറുകാർ നിലവിൽ ചെയ്യുന്ന അവസ്ഥ വെച്ചാൽ നിങ്ങൾക്ക് ജന്മത്തിൽ രാഹുവിൻ്റെ സ്ഥിതി ഉണ്ടെന്നും ഈ കുംഭക്കൂറുകാർ ഇപ്പം ഇത് കേൾക്കുന്നവർ നിങ്ങൾക്ക് ആദ്യവും നിങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും സമയം എടുക്കാത്തത്. ജന്മത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷം മാറാൻ നാഗദൈവ പ്രീതി വരുത്തുക. ഭാര്യയുടെ കുടുംബത്തിലോ അമ്മയുടെ പേരിലോ നിങ്ങൾ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലുള്ള വഴിപാടുകൾ ചെയ്യുക. നിങ്ങൾക്ക് കുംഭത്തിൽ നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണുവിന് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. പൊതുവിൽ നിങ്ങളുടെ കർമാധിപതി നിങ്ങൾക്ക് ജാതകപ്രകാരം നിങ്ങൾക്ക് ഇപ്പോൾ സെപ്റ്റംബർ മാസം വരെ ഇച്ചിരി ദോഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് മാറിയിട്ട് സെപ്റ്റംബർ മാസം 13-ാം തീയതിയോടുകൂടി ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഭാവത്തിലേക്ക് വരുന്നുണ്ട്. അടുത്തതായിട്ട് മീനക്കൂറുകാരുടെ ഫലസ്ഥിതി എന്ന് വെച്ചാൽ ജന്മത്തിൽ ശനി, അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും, ബുധൻ 5ലേക്ക്, സൂര്യൻ 6ലേക്ക്, ചൊവ്വ 7ലേക്ക്, അതുപോലെയുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. അപ്പോൾ പൊതുവിൽ ചിന്തിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ശുക്രനും വ്യാഴവും 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെയധികം ഐശ്വര്യപ്രദമാണ്, ധനയോഗമാണ്, ഗൃഹ ആഭരണ വസ്ത്ര ആഭരണാദി ലാഭങ്ങളാണ്. കണ്ടകശനി നിലവിലുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നെങ്കിലും ശനിയുടെ ദോഷങ്ങളെ ഒരുപാട് ബാധിക്കാതെ ജന്മശനിയും കണ്ടകശനിയും ഉണ്ടെങ്കിൽ തലപൊക്കാത്ത ആൾക്കാരാകേണ്ടതായിരുന്നു ഈ രാശിക്കാർ. എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് പ്രശ്നം വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് കണ്ടകശനിയുടെ ദോഷങ്ങൾ വളരെയധികം ആളുകളെ ബാധിക്കാത്ത ഒരു അവസ്ഥയായിട്ടാണ് ഇപ്പം മുന്നോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ വ്യാഴത്തിൻ്റെ നമ്മുടെ ഉത്തരായന കാലത്തേക്കുള്ള സഞ്ചാരവും അത് കഴിഞ്ഞ് ദക്ഷിണായന കാലം കടക്കണമെങ്കിൽ ഒരു 1.5 വർഷം കൂടെ കഴിയണം, 1.25 വർഷത്തിനോളം കഴിയണം ദക്ഷിണായനം കടക്കണമെങ്കിൽ വ്യാഴം. അപ്പം നിലവിൽ ഉത്തരായന കാലം സഞ്ചരിക്കുന്നത് കൊണ്ടും ശുക്രൻ്റെയും സഞ്ചാരങ്ങൾ കൊണ്ടും ഈ മീനക്കൂറുകാരിലുള്ള പൂരട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ അനുകൂലമായിട്ടുള്ള സമയമാണെന്നും ഗൃഹം, വാഹനം, വസ്ത്രം, ആഭരണാദി ലാഭം, മംഗളാദി കാര്യങ്ങൾ സിദ്ധിക്കുക, സർവൈശ്വര്യം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. 12-ാം ഭാവത്തിൽ വിദേശത്ത് സഞ്ചരിക്കുന്ന ആളുകൾക്ക് കുറച്ച് ദുരിതങ്ങൾ സംഭവിക്കുന്ന സമയമാണെന്നും രോഗ അരിഷ്ടതകൾ വർദ്ധിച്ചു നിൽക്കുന്ന സമയമായിട്ടും കാണുന്നതിനാൽ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യുഞ്ജയ മന്ത്ര അർച്ചന നടത്തുക, ഗണപതി ഹോമം ചെയ്യുക, നാഗദൈവ പ്രീതി വരുത്തുക. അതുകൂടാതെ നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലികളൊക്കെ നടത്തി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ദോഷങ്ങളെ മാറ്റണമെന്നുള്ളതാണ് ചിങ്ങമാസത്തിലെ ഫലമായിട്ട് പറയുന്നത്. നന്ദി, നമസ്കാരം.